മോർണിംഗ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് മുന്നോട്ട് പോവാം. പിന്നെ ഇതിനകത്ത് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ജോയിൻ ചെയ്ത കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് 6 മണി മുതൽ 7:30 വരെ ക്ലാസ്സുകളുണ്ട്. പുതിയ അല്ലെങ്കിൽ പഠിപ്പിച്ചു പോയ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ അവർക്ക് ഇന്ന് ക്ലാസ്സിലിരിക്കാം. മനസ്സിലാവാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക, ലെഫ്റ്റ് ആവാതിരിക്കുക. അപ്പൊ അത് കേൾക്കുമ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ പിന്നീട് അത് പഠിപ്പിച്ചു വരുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധയോടുകൂടി കേട്ട് ഇരിക്കാം. അപ്പൊ ചോദ്യം ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സുകളാണ് ചോദിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ വീണ്ടും കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് പഠിക്കുകയാണ്. ഈ ചാപ്റ്ററിൽ കൂടുതലും റിസൾട്ട്സുകളാണ്. റിസൾട്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ആണ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. കൃത്യമായി റിസൾട്ട് പഠിച്ച് ആ കാര്യങ്ങൾ മനസ്സിലാകുന്ന കുട്ടികൾക്ക് ഈ ചാപ്റ്റർ വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ മുടങ്ങാതെ ക്ലാസ്സിൽ വന്നാൽ നിങ്ങൾക്ക് നിഷ്പ്രയാസം പഠിച്ചെടുക്കാവുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ പഴയ റിസൾട്ടുകളൊക്കെ ഒന്ന് ചോദിക്കാം. റെഡിയാവാം. ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ വീഡിയോ ഓണാക്കി ഉത്തരം പറഞ്ഞാൽ എനിക്ക് സന്തോഷമായിരിക്കും. റെഡിയാവാം. ചോദ്യം ചോദിക്കാണ്. റെഡിയാവാം കേട്ടോ. Yes, sir. യെസ്, വീഡിയോ ഓൺ ആക്കിക്കോ. റെഡി അല്ലേ മോൻ? Sir. യെസ്. ഓക്കെ. മിടുക്കനായിട്ടല്ലോ, ഒന്ന് അടിപൊളിയൊക്കെ ആയിട്ട് ഇരിക്കണ്ടല്ലോ. എപ്പോ എഴുന്നേറ്റ് അശ്വന്ത്? കുറച്ചു നേരമായി. 5:30, 5 മണി? 6:15. 6:15. യെസ്, കുറച്ചുകൂടെ നേരത്തെ എഴുന്നേൽക്കാം. 6 മണിക്ക് എഴുന്നേൽക്കും. കിടക്കുമ്പോ ലേറ്റ് ആവും അല്ലേ? ഇത്തിരി. ശരി. 12:30? അത്രയും പോല. 12 മണി, 11:30. എന്താ ചെയ്യാ അത്ര നേരം? ഹോംവർക്ക് ഒക്കെ കുറെ ഉണ്ടാവും, അതൊക്കെ ചെയ്തിരിക്കും. പിന്നെ വെറുതെ ഇരിക്കും. ഓക്കെ മോനെ, നമ്മള് അന്ന് ലാസ്റ്റ് ക്ലാസ്സില് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ആ റിസൾട്ട്സുകളും റീഡിങ്സുകളും ഒക്കെയാണ് നമ്മൾ പറയണ്ടായത്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് നമുക്ക് ചോദിക്കാം. അശ്വന്ത്, sin 45ന്റെ റീഡിങ് എത്രയാണ്? sin 45 ഈക്വൽ ടു 1/√2. 1/√2. ശരി ഉത്തരമാണ്. sin 45 ഈക്വൽ ടു 1/√2 എന്നാണ് പറഞ്ഞത്. tan 45 എത്രയായിരിക്കും അശ്വന്ത്? tan 45 √3. tan 45. tan 45 ആ ടേബിൾ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചായിരുന്നോ? ഇല്ല, പഠിച്ചിരുന്നു. tan 45 ഒരിക്കലും മറക്കാൻ പാടില്ലല്ലോ. tan 45 ഒരു 10 ടൈംസ് എഴുതണം. ഓക്കെ. അവന്തിക, സുമോദ്, അവന്തിക, ജയശങ്കർ മേനോൻ, നിഖിൽ രാജ്, അനുലക്ഷ്മി മണികണ്ഠൻ. Yes, sir. tan 45 equal to 1. sin 0. 0. Okay. Adidev TJ. Yes, sir. Yes. ഒരു നിമിഷം വീഡിയോ ഓണാക്കൂ. ആദിദേവ്, ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ മോൻ? ഉണ്ടായിരുന്നു. cos 45 ആൻസർ ഈസ് √3/2. 1/√2. Okay. Good. Then tan 60? √3. Okay, very good. Abhinav AM. Yes, sir. Ready അല്ലേ മോൻ? Yes, sir. sin 90? Sin 90. 1. Very good. Aisha. Yes, sir. Ready അല്ലേ Aisha? Ready. tan 45? 1. Okay, good. Amna Siraj. sin 0 എന്താണ് മോളെ? sin 0
നെറ്റ് ഇഷ്യൂ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ജിസ്മി റെഡി അല്ലേ മോളെ? ജിസ്മി Yes, sir. ജിസ്മി പറഞ്ഞോ മോളെ. സൈൻ 30. 1/2. ഓക്കെ ഗുഡ്. ചിന്മയി, Yes, sir. ആർ യു റെഡി? Cos 0. 1. 1. Good. Devika Binoj. Yes, sir. Sin 45. 1/√2. 1/√2. Very good. Faris Nishat. Faris. Harida Ridish. Harida. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പഠിച്ചിട്ടുണ്ടോ റീഡിങ്സ്? സൈൻ 0. 0. ഓക്കെ ഗുഡ്. ജീവൻ കെ ഫിബി. ജീവൻ sir. റെഡി അല്ലേ കുട്ടാ? Sir. സൈൻ 45. Sin 45. 45 1/√2. Okay, good. Very good. Krishna Pradeep. Yes, sir. മോളെ റെഡി അല്ലേ മോളെ? Yes, sir. Cos 0 എന്താ മോളെ? Cos 0. Okay, good. Maria James. Maria. Yes, sir. Okay അല്ലേ Maria? Yes, sir. Okay. Sin 90. Sin 90. 1. 1. Okay. Neetu PS. Neetu PS. Nikhil Raj. Yes, sir. Nikhil Raj. Cos 90 എന്താ മോനെ? Cos 90. Cos 90 0. Cos 90 0. Very good. Nisha Rashid. Nisha tan 45 എന്താ മോളെ? Tan 45. Parthasarathi. Parthan Cos 60. Cos 60. 1/2. Okay, good. Paurnami Pradeep. Paurnami. Sin 90. Okay. Rimita. Yes, sir. Cos 0. 1. Okay. Sajila Fatima. Sir. Cos 90. 0. Okay, good. So, Vasudev. Yes, sir. Vasudev Cos 0. 1. എന്താ? Sir. Sin 45. Sin 45 1/√2. Okay. കുറെ ഇവിടെ ചോദിച്ചിട്ട് നെറ്റ് ആ സമയത്ത് പോയ ആളായിരുന്നു. അവന്തിക സുമോത്ത്. അവന്തിക. Yes, sir. മോളുടെ എഴുത്തൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അവന്തിക സുമോത്ത്. Then question is sin 45. ശ്രദ്ധിക്കാം. ഒത്തിരി പേരോട് ചോദിച്ചു. ഇനി ചോദിക്കാനുള്ള കുട്ടികളോട് നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് ചോദിക്കാം. അപ്പോ ഒരുവിധം എല്ലാവരും നല്ല രീതിയിൽ ഉത്തരം പറഞ്ഞു. വളരെ സന്തോഷം. ഇമ്പോസിഷൻ ഉള്ള കുട്ടികൾ ഇമ്പോസിഷൻ എഴുതുക. ഏറ്റയ്ക്ക് ശേഷം അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അപ്പൊ അവര് അപ്പോഴാവുമായിരിക്കും. റെഡി ആവുക. അശ്വന്ത് വേണു ഒക്കെ റെഡി ആവുക. അശ്വന്ത് പടപടാന്ന് ആൻസർ പറയണം അടുത്ത ക്ലാസ് മുതൽ. കേട്ടോ അശ്വന്ത്? ഓക്കെ. മറന്നു പോകരുത്. നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. റിസൾട്ടുകൾ എപ്പോഴും അപ്ഡേറ്റ് ആവണം കേട്ടോ. എനിക്കറിയാം മോനെ വേറെ ചാപ്റ്ററുകളൊക്കെ ഒത്തിരി പഠിക്കാനുണ്ട്. CBSE സിലബസിൽ വേറെ ചാപ്റ്ററുകളൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നറിയാം. എങ്കിലും ഇതെന്തായാലും മോൻ പഠിക്കേണ്ടി വരുമല്ലോ. ഈ ചാപ്റ്ററൊക്കെ ഒന്ന് ഉഷാറാക്കണം. ഓക്കെ. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ പറയാണ്. കുറച്ച് കുട്ടികള് പുതുതായി വന്നതുകൊണ്ട് ഒരിക്കൽ കൂടി എനിക്ക് അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. എങ്കിൽ മാത്രമേ അവർക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവുകയുള്ളൂ.
അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായതിന്റെ ഒരു 10 നിമിഷം വീണ്ടും അതിലേക്ക് മടങ്ങി വരാം. നിങ്ങൾ ഹെഡിങ് എഴുതിയ ആൾക്കാര് ഒരു റഫ് ബുക്കിൽ ഒന്ന് എഴുതിയിട്ടാണ് കേട്ടോ. ഒരു റഫ് ബുക്കിൽ എഴുതിയെടുക്കുക. അപ്പൊ അവർക്ക് ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആവും. എഴുതിക്കോളൂ. ദി വാല്യൂ ഓഫ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഫോർ ആൻ ആംഗിൾ 0 to 360. നമ്മൾ π/2 വരെയാണ് ഇപ്പൊ പറയുന്നത്. ബാക്കി പറയാന്ന് പറഞ്ഞു. എന്നാലും ഹെഡിങ് എഴുതുമ്പോൾ അങ്ങനെ എഴുതിക്കോളൂ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിക്കോളൂ. ദ വാല്യൂസ് ഓഫ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഫോർ ആൻ ആംഗിൾ 0 to 90 degree. 90 degree വരെ ആദ്യം പഠിച്ചെടുക്കാം നമുക്ക്. ദ വാല്യൂസ് ഓഫ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഫോർ ആൻ ആംഗിൾ 0 to 90 degree. ഇതിന്റെ ജനറൽ റിസൾട്ട്സുകളാണ്. നമുക്കിത് പഠിക്കണം. ജനറൽ റിസൾട്ട്സുകളാണ് കേട്ടോ. അപ്പോ ഇത് പഠിച്ചേ പറ്റൂ, വേറെ നിവൃത്തിയില്ല കേട്ടോ. വേറെ നിവൃത്തിയില്ല എന്ന് ഞാൻ പറയാണെന്ന് വെച്ചാൽ ജനറൽ റിസൾട്ടുകൾ പഠിക്കാതെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്തേ പറ്റൂ. അപ്പോ കുറച്ച് റിസൾട്ട്സുകൾ ഒരിക്കൽ കൂടി പറഞ്ഞു. ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കണം കേട്ടോ. റിസൾട്ട്സ് പഠിക്കാതെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. റിസൾട്ട്സ് എന്തിനാ പഠിക്കണേ, ഇത് പഠിച്ചിട്ട് എന്തിനാ കാര്യം, അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയാൻ ആളല്ല കേട്ടോ. റിസൾട്ട്സുകൾ പഠിക്കുന്നത് നമുക്ക് ആൻസർ കണക്കുകൾ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട്. സീക്ക്, കോട്ട് 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ് നമുക്കുള്ളത് കേട്ടോ. There are 6 ട്രിഗണോമെട്രിക് റേഷ്യോസ്. സ്റ്റേറ്റ് സിലബസുകാരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കാം 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് ഉണ്ട് എന്ന്. ഡിഗ്രിയിലും റേഡിയൻ മെഷറിലുമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഡിഗ്രിയിലും പറയുന്നുണ്ട്, റേഡിയനിലും പറയുന്നുണ്ട്. ഡിഗ്രിയിലും റേഡിയനിലും പറയുന്നുണ്ട്. റേഡിയനിലാണ് ആ പൈയൊക്കെ കയറി വരാം. 0 ഡിഗ്രിനെ പിന്നെ 0 എന്ന് മാത്രമേ പറയുള്ളൂ അല്ലെ. 0. 30 ഡിഗ്രിനെ നമ്മള് π/6 എന്ന് വിളിക്കും. π/6 കാരണം പൈ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ് അല്ലെ. അപ്പൊ π/6 180/6 30 ആണ്. 180/6 30 ആണ്. 45 ഡിഗ്രിനെ നമ്മള് π/4 എന്നാണ് വിളിക്കുക. 60 ഡിഗ്രിനെ നമ്മള് π/3 എന്നാണ് വിളിക്കുക. π/3 ആണ്. 60 ഡിഗ്രി വരുന്നത് π/3. 60 ഡിഗ്രി വരുന്നത് π/3. അതുപോലെ 90 ഡിഗ്രി വരുന്നത് π/2. 90 ഡിഗ്രി. സാറൊന്നും ക്ലിയർ ആവണില്ല. മനസ്സിലായില്ല എന്താണ്? ഒന്നും കാണാൻ പറ്റണ്ടായില്ല. ഇപ്പൊ ശരിയായി. നെറ്റിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. വീട്ടിലെ നെറ്റിന്റെ പ്രശ്നം. ഓക്കെ. ഡിഗ്രി എന്ന് പറയുന്നത് നിങ്ങളുടെ നെറ്റിന്റെ പ്രോബ്ലംസുകൾ കൊണ്ട് കാണാതെ വരാം. അപ്പൊ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. വെയിറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ആയിരിക്കും. അപ്പോ ശ്രദ്ധിക്കാം. ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾക്ക് ഇവിടെ ഹെൽപ്പിംഗ് ആംഗിൾസ് ആയിട്ട് എടുക്കേണ്ട ആളുകളാണ്. 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. 0 ഡിഗ്രി. 30 ഡിഗ്രി എന്ന് പറയുന്നത് π/6 ആണ്. π/6. 30 degree becomes π/6. 180/6. This is general truth ആണ്. π/6 30 degree. 45 degree എന്ന് പറഞ്ഞാല് π/4 ആണ്. 45 degree π/4. 180/4 45 degree. And 60 degree π/3. 60 degree becomes π/3. 180/3 60 degree. And 90 degree π/2 ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചു വരേണ്ട ആളുകളാണ് നിങ്ങൾ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ പഠിച്ചിട്ടില്ല. ഇവിടെ 0, 30, 45, 60, 90 കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ എളുപ്പമായിട്ട് പറഞ്ഞു. ഇതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റ് എഴുതുമ്പോൾ നമ്മൾ ഒരു ഷോർട്ട് കട്ട് ടിപ്പായിട്ട് പറഞ്ഞതായിരുന്നു 0, 1, 2, 3, 0, 1, 2, 4/2 എന്ന് എഴുതാം. 0, 1, 2, 3, 4/2. 0, 1, 2, 3, 4/2. Root of 0, 1, 2, 3, 4/2. ഈ പ്രോസസ്സ് അറിഞ്ഞിരുന്നാൽ ഇത്തരം കാര്യങ്ങൾ വളരെ ഈസിയായി എഴുതാമെന്ന് ഒരു ഷോർട്ട് കട്ട് റിസൾട്ടിലൂടെ പറഞ്ഞു. റൂട്ട് ഓഫ് 0, 1, 2, 3, 4/2. അപ്പൊ റൂട്ട് 0/2 എല്ലാം റൂട്ട് ആയിരിക്കും ന്യൂമറേറ്ററിൽ. ഇൻഡിവിജ്വൽ എടുക്കാതെ ഇത് 0, 1, 2, 3, 4
റൂട്ട് 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 0/2 എന്ന് പറഞ്ഞാൽ 0 എന്നുള്ള ആൻസർ ആണ് കിട്ടുക. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 എന്ന് കിട്ടി. അടുത്ത √1/2 ബിക്കംസ് 1/2 എന്ന് വരും. √1/2 കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെ കുറിച്ച് ആധികാരികമായി സംസാരിച്ചതാണ്. √1/2 സൈൻ 30 1/2 ആണ്. ഇവിടെ √2/2 ബിക്കംസ് ക്യാൻസൽ ചെയ്യുമ്പോൾ √2/2 എന്ന് പറയുമ്പോൾ 1/√2 എന്ന് കിട്ടും. √2/2 ബിക്കംസ് 1/√2. സൈൻ 60 5/3 ആണ്. √3/2 എന്ന് കിട്ടി. സൈൻ 90 √4 2 ആണ്. 2/2 1 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ഷോർട്ട് കട്ട് ടിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ റീഡിങ്സുകള് പെട്ടെന്ന് പറയാൻ സാധിക്കും. പിന്നെ ബൈ പ്രാക്ടീസ് കൊണ്ട് നമ്മളത് നമ്മുടെ മനസ്സിൽ പതിയണം. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. നമ്മൾ ബൈ പ്രാക്ടീസ് പ്രോബ്ലംസ് ചെയ്ത് നമ്മൾ അത് മനസ്സിനകത്ത് പതിയുന്നുണ്ട്. അവിടെ സൈൻ 0 സൈൻ 30 1/2 സൈൻ 45 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് സൈൻ 45. ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും നമുക്ക് പറയാൻ സാധ്യമാകണം. സൈൻ 45 ബിക്കംസ് 1/√2 ആണ്. സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2. അതുപോലെ സൈൻ 90 എന്ന് പറഞ്ഞാൽ 1. പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു, കുറച്ച് റീഡിങ്സുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റിലേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അതും നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അതും ഞാനൊന്ന് എഴുതി തരും. ഇതിപ്പോ സൈനിന്റെ കേസിൽ √0 1 2 3 4/2 ആണെങ്കിൽ നേരെ റിവേഴ്സ് എടുക്കാം. കോസിന്റെ ഫോമില് ഇത് നേരെ ഇങ്ങനെയാക്കി മാറ്റാം. 4 3 2 1 0/2 4 3 2 1 0/2. അപ്പൊ √4/2 എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലെ. √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2/2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ cos 0 എന്ന് പറഞ്ഞാൽ 1. cos 0 1. √4/2 ഒരാളെ സെലക്ട് ചെയ്യണ്ട. ഇതൊരു ഷോർട്ട് കട്ടിന് വേണ്ടിയിട്ട് എഴുതുന്നതാണ്. ഷോർട്ട് കട്ട് ആണ്. √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2/2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അടുത്ത നോക്കി ഇവിടെ √3 ആണ് വരിക. √3/2. അപ്പൊ അവിടെ √3/2 എന്ന് √3/2 എന്ന് കിട്ടി. √3/2 അതവിടെ എഴുതാം. √3/2. അടുത്ത നോക്കൂ, √2/2 ആണ് വരിക. √2/2 ഇത് 0 30 45 60 90. അവിടെ √2/2 എന്ന് പറഞ്ഞാൽ 1/√2 എന്ന് കിട്ടി. 1/√2 എന്ന് കിട്ടി. ഇവിടെ 1 ആണ് വരിക. √1 1 ആണ്. അപ്പൊ 1/2 എന്ന് കിട്ടി. 0/2 എന്ന് പറഞ്ഞാൽ 0 ആണ്. 0/2 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഉപയോഗിക്കേണ്ട ഷോർട്ട് കട്ട് ടിപ്പ് എന്ന് പറയുന്നത് സൈനിന്റെ കേസിൽ √4 3 സൈനിന്റെ കേസിൽ √0 1 2 3 4 whole/2 എന്ന് എഴുതാം. സൈനിന്റെ കേസിൽ √0 1 2 3 4/2 എന്ന് എഴുതാം. ഇവിടെ √4 3 2 1 0/2 എന്ന് എഴുതി. ഇനി ടാൻ എന്ന് പറയുന്നത് നമുക്ക് നല്ല നിശ്ചയമുണ്ട്. ടാൻ ബിക്കം സൈൻ ബൈ കോസ് ആണ് അല്ലെ. ടാൻ എന്ന് പറഞ്ഞ കോഷ്യന്റ് ഫോം ആണ്. സൈൻ ബൈ കോസ് ആണ് ടാൻ. കോഷ്യന്റ് ഫോം അറിഞ്ഞിരിക്കണം. സൈൻ ബൈ കോസ് ആണ്. സൈൻ ബൈ കോസ് 0/1 0. ഈ ടാനിന്റെ നേരെ റെസിപ്രോക്കലാണ് കോട്ട് എന്ന്. ടാനിന്റെ നേരെ റെസിപ്രോക്കലാണ് കോട്ട്. അതായത് കോസ് ബൈ സൈൻ ആയി. അപ്പൊ അവിടെ എന്തോ ഒരു 1/0. 1/0 നമുക്ക് അറിയത്തില്ല. 1/0 ഇൻഫിനിറ്റി എന്ന് എഴുതി വെക്കാം, അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതി വെക്കാം. നമുക്ക് ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഡസ് നോട്ട് എക്സിസ്റ്റ്, നോട്ട് ഡിഫൈൻഡ്. അതായത് കോട്ട് എന്നുള്ളത് നമുക്ക് നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതി വെക്കാം, അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിലേക്ക് നമുക്ക് മാറാം. ഇൻഫിനിറ്റി എന്ന് എഴുതാം, അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതാം കേട്ടോ. ഇൻഫിനിറ്റി അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതാം. കോട്ട് 90 ഇൻഫിനിറ്റി അല്ലെങ്കിൽ നമുക്ക് നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതി വെക്കാം. എന്തായാലും കുഴപ്പമില്ല. ഇനി ഇവിടെ നോക്കൂ, tan 30 1/2 √3/2. 1/2/√3/2 എന്ന് പറയുമ്പോൾ 2 ക്യാൻസൽ ആവും. 1/2/√3/2 എന്ന് പറയുമ്പോൾ 1/√3 ആണെങ്കിൽ tan 30 1/√3 ആണെങ്കിൽ ടേക്കിംഗ് റെസിപ്രോക്കൽ
√3/1 അല്ലെങ്കിൽ √3/2/1/2 ഇവിടെ √3 എന്നാണ് ലഭ്യമാവുക. അതുപോലെ തന്നെയാണ് സൈനിന്റെ നേരെ റെസിപ്രോക്കൽ ആയിരിക്കും കൊസീക്ക് എന്ന് പറയുന്നത്. കൊസീക്ക് എന്ന് പറയുന്നത് അതിന്റെ നേരെ റെസിപ്രോക്കൽ ആയിരിക്കും. ടേക്കിംഗ് റെസിപ്രോക്കൽ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താലും നോട്ട് ഡിഫൈൻഡ് എന്നായിരിക്കും. നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി എന്ന് എഴുതാം. കോസിന്റെ റെസിപ്രോക്കൽ ആണ് സീക്ക്. അപ്പൊ 1ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. സൈനിന്റെ റെസിപ്രോക്കൽ ആണ് സൈനിന്റെ റെസിപ്രോക്കൽ ആണ് കൊസീക്ക് എന്ന് പറയുന്നത്. കോസിന്റെ റെസിപ്രോക്കൽ ആണ് സീക്ക്. ടാനിന്റെ റെസിപ്രോക്കൽ ഫോമിൽ വരുന്നതാണ് ക്വാർട്ടർ അല്ലെ. സൈൻ എന്ന് പറഞ്ഞാൽ 1/cosec ആണ്. കൊസീക്ക് എന്ന് പറഞ്ഞാൽ 1/sin ആണ്. അപ്പോ നമ്മൾ സൈനും കോസും യഥാർത്ഥത്തിൽ പഠിച്ചാൽ ബാക്കിയെല്ലാം വളരെ ഈസിയാണ്. സൈനും കോസും പഠിച്ചു കഴിഞ്ഞാൽ ടാൻ എന്ന് പറയുന്നത് sin/cos ആണ്. ടാൻ എന്ന് പറയുന്നത് sin/cos ആണ് ടാൻ എന്ന് പറയുന്നത്. കൊസീക്ക് എന്ന് പറയുന്നത് 1/sin ആണ് കൊസീക്ക്. അതുപോലെ സീക്ക് എന്ന് പറയുന്നത് 1/cos ആണ്. സീക്ക് എന്ന് പറയുന്നത് 1/cos ആണ്. കോട്ട് എന്ന് പറയുന്നത് 1/tan ആണ്. അതോടൊപ്പം തന്നെ കോട്ടിന്റെ മറ്റൊരു ഫോമാറ്റ് ആണ് cos/sin എന്നുള്ള കോഷ്യന്റ് ഫോമും cos/sin എന്നുള്ള കോഷ്യന്റ് ഫോമും. അപ്പോ ഇനി നമുക്ക് നോക്കേണ്ടത് 30 ഡിഗ്രിയിലെ ഇവിടെ sin 30 1/2 ആണെങ്കിൽ cosec 30 എന്ന് പറയുന്ന 1/2ന്റെ റെസിപ്രോക്കൽ 2 ആണ് വരിക. സീക്കിന്റെ √3/2 2/√3 √3/2ന്റെ റെസിപ്രോക്കൽ 2/√3 എന്ന് കിട്ടും. tan 45 sin/cos ആണ് tan എന്ന് പറയുന്നത്. കോഷ്യൻ ഫോം ആണ് കേട്ടോ, ജനറൽ ട്രൂത്ത് ആണ്. tan എന്ന് പറഞ്ഞാൽ sin/cos. sin θ/cos θ ഇക്വലന്റ് ആണ് tan θനോട് എന്നാണ് റിസൾട്ട് അവകാശപ്പെടുന്നത്. അപ്പോ sin 45/cos 45 becomes 1 ആണ്. 1ന്റെ റെസിപ്രോക്കൽ 1 തന്നെ കിട്ടും. അപ്പോ cosec 45 എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് സൈനിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/√2 എന്ന് പറഞ്ഞാൽ √2, ഇവിടെയും √2 എന്ന് കിട്ടും. പിന്നെ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിനകത്ത് എപ്പോഴും ഉണ്ടാവുക, 45 ഡിഗ്രിയിലാണ് സൈൻ കോസും ഈക്വൽ ആകുന്നത് എപ്പോഴും. sin 45 = 1/√2 ആണെങ്കിൽ cos 45 മക്കളെ ഒരു സംശയവും വേണ്ട, 1/√2 ആണ്. sin 45 ഡിഗ്രിയും cos 45 ഡിഗ്രിയും എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കും. sin 45 becomes 1/√2, cos 45 becomes 1/√2. sin 45 എന്ന് പറഞ്ഞാൽ 1/√2, cos 45 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. tan 45 എന്ന് പറഞ്ഞാൽ 1 ആണ് വരുന്നത്. അതുപോലെ തന്നെയാണ് sin 60 √3/2 ആണെങ്കിൽ അയാളുടെ sin 60/cos 60 √3/2/1/2 2 ക്യാൻസൽ √3 എന്ന് കിട്ടും. അവിടെയും പഠിക്കാൻ എളുപ്പവഴികളുണ്ട്, പറഞ്ഞു തരാം. ഈ cosec എന്ന് പറയുമ്പോൾ ഇയാളുടെ ടേക്കിംഗ് റെസിപ്രോക്കൽ √3/2 becomes 2/√3. Here is 1/2 becomes 2, √3 becomes 1/√3. ഇനി വരുന്നത് sin 90 ആണ്. sin 90 1 ആണെങ്കിൽ ഇവിടെ cos 90 0 ആണെങ്കിൽ tan 1/0 നോട്ട് ഡിഫൈൻഡ് ആണ് അല്ലെ. നോട്ട് ഡിഫൈൻഡ് എന്ന് പറയും, നോട്ട് ഡിഫൈൻഡ്. അതുപോലെ cosec 90 അപ്പോൾ 1ന്റെ റെസിപ്രോക്കൽ 1 ആണ്. ഇതിന്റെ റെസിപ്രോക്കൽ നോട്ട് ഡിഫൈൻഡ് ആണ് വരിക, നോട്ട് ഡിഫൈൻഡ് എന്നാണ് വരിക. cos 0 ആണെങ്കിൽ sec വരുന്നത് നോട്ട് ഡിഫൈൻഡ് എന്നാണ് sec 90 വരുന്നത്. അതുപോലെ cot 90 അപ്പോൾ എന്തായിരിക്കും, cot 90 എന്ന് പറഞ്ഞാൽ cos/sin ആണ്. 0/1 ന്യൂമറേറ്റർ 0 ആണെങ്കിൽ 0 എന്നുള്ള ആൻസർ ആണ് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ശ്രദ്ധയിൽ വരേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. 1/0 നോട്ട് ഡിഫൈൻഡ് ആണ്. 1ന്റെ sin 90 1 ആണെങ്കിൽ cosec 90 1 ആയിരിക്കും. അവിടെ 0 ആണെങ്കിൽ അത് നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. കോട്ട് എന്ന് പറയുന്നത് cos/sin ആണ് എന്ന് പറഞ്ഞു. 0/1 0 എന്ന് നമുക്ക് ആൻസർ ലഭ്യമായി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് നിർബന്ധമായും ഉണ്ടാവേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ സ്പീഡിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ.
അപ്പൊ ഇതൊക്കെയാണ് റീഡിങ്സിനെ കുറിച്ച് പറയാനുള്ളത്, വാല്യൂസിനെ കുറിച്ച് പറയാനുള്ളത്. അതിന് ഇടയിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും വരേണ്ടത് ഏതൊക്കെ ആംഗിൾസ് ആണ് ഏതിനോട് ഈക്വൽ ആണ് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സൈൻ 45 ഡിഗ്രിയും കോസ് 45 ഡിഗ്രിയും എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. സൈൻ 45 ഡിഗ്രി എന്ന് പറയുന്നത് 1/√2 ആണ്. കോസ് 45 ഡിഗ്രി എന്ന് പറയുന്നത് 1/√2 ആണ്. അപ്പൊ എഴുതാൻ നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ ഒരു ബോക്സിൽ എഴുതി വെക്കാം. ബോക്സ് തയ്യാറാക്കിയിട്ട് അതിൽ എഴുതി വെക്കാം സൈൻ 45 ഡിഗ്രി കോസ് 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ സൈൻ 45 ഡിഗ്രി ഈക്വൽ ടു 1/√2 ആണ്. കോസ് 45 ഡിഗ്രി ഈക്വൽ ടു 1/√2 ആണ്. മറ്റൊരു ബോക്സിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ആളാണ് ടാൻ 45. ടാൻ 45 എന്ന് പറഞ്ഞാൽ 1 എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ടാൻ 45 1 ആണ്. ഇനി നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാവേണ്ടത് സൈൻ 30യും കോസ് 60യും തുല്യമായിരിക്കും. നോക്കാം. സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ആണെങ്കിൽ കോസ് 60 എന്ന് പറയുന്നത് 1/2 ആണ്. സൈൻ 30യും കോസ് 60യും ഈക്വൽ ആയിരിക്കും. സൈൻ 30യും കോസ് 60യും ഈക്വൽ ആണ്. സൈൻ 30 becomes 1/2, അതുപോലെ തന്നെ കോസ് 60 becomes 1/2. സൈൻ 30യും കോസ് 60യും ഈക്വൽ ആയിരിക്കും. സൈൻ 30 1/2, കോസ് 60 1/2 ആയിരിക്കും. ഇനി അറിയേണ്ടത് ടാൻ 30യും അതുപോലെ തന്നെ ടാൻ 60യും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നോക്കേണ്ടത്. ടാൻ 60യും ടാൻ 30യും ഒരു കുടുംബത്തിലെ ആളുകളാണ് നമ്മൾ ചിന്തിക്കാം. ടാൻ 60 √3 ആണെങ്കിൽ ചേട്ടനാണ്, ടാൻ 60 ചേട്ടനാണെങ്കിൽ √3 ആണെങ്കിൽ ടാൻ 30 ടേക്കിംഗ് റെസിപ്രോക്കൽ 1/√3 ആയിരിക്കും. 1/√3 ആ കണക്ഷൻസ് ആണ് പഠിക്കേണ്ടത്. ഇത് ടാൻ 60 √3 ആണെങ്കിൽ ടാൻ 30 എന്ന് പറയുന്നത് 1/√3 എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു ഓർമ്മയിൽ ഉണ്ടാവേണ്ട റിസൾട്ട് ആണ് സൈൻ 30 √3/2 ആണെങ്കിൽ കോസ് 60 എന്തായിരിക്കാം? കോസ് 60 √3/2 ആണ്. സൈൻ 30 എന്ന് പറയുന്നത് 1/2, കോസ് 60 1/2. സൈൻ 30 √3/2, കോസ് 60 √3/2 എന്നാണ് വരിക. കോസ് 60 √3/2 എന്നാണ് വരിക. സൈൻ കോസ് ടാൻ ഇവര് 3 പേരാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ആളുകൾ. അവരുടെ റെസിപ്രോക്കൽസ് ആണ് കൊസീക്ക്, സീക്ക്, കോട്ട്. സൈനിന്റെ റെസിപ്രോക്കൽ ആയിട്ടാണ് വരിക കൊസീക്ക്, കോസിന്റെ സീക്ക്, ടാനിന്റെ കോട്ട്. പിന്നെ ടാനിന് മറ്റൊരു റിസൾട്ട് ഉള്ളത് സൈൻ ബൈ കോസ് ആണ്. ടാനിന്റെ മറ്റൊരു റിസൾട്ട് സൈൻ ബൈ കോസ്. കോട്ടിന്റെ കോസ് ബൈ സൈൻ എന്നുള്ള കോഷ്യൻ ഫോം ഉപയോഗിക്കാം. സൈൻ 0 ആണെങ്കിൽ കോസ് 0, സൈൻ 0 ആണെങ്കിൽ കോസ് 0 മക്കളെ 1 ആയിരിക്കും. സൈൻ 0 കോസ് 0 1 ആയിരിക്കും. നേരിട്ട് ഇതിലായിരിക്കും. സൈൻ 90 1 വരുമ്പോൾ കോസ് 90 0 എന്നാണ് വരിക. പിന്നെ സൈൻ 45ഉം കോസ് 45ഉം എപ്പോഴും തുല്യമായിരിക്കും. സൈൻ 45ഉം കോസ് 45ഉം എപ്പോഴും തുല്യമായിരിക്കും. സൈൻ 45 എന്ന് പറഞ്ഞാൽ 1/√2, കോസ് 45 എന്ന് പറഞ്ഞാൽ 1/√2, ടാൻ 45 എന്ന് പറയുന്നത് 1 എന്നുള്ള ആൻസർ ആണ് വരിക. പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് നമുക്ക് കൂടുതൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഗ്രാജുവലി നമ്മളുടെ മനസ്സിനകത്തേക്ക് വരും. പിന്നെ ഇതാണ് ഇതിന്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. റൂട്ട് ഓഫ് 0, 1, 2, 3, 4/2. അൺഫോർച്ചുനേറ്റ്ലി എക്സാമിനേഷൻ നമുക്ക് മറന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. സൈൻ ഇത് 0, ഇത് 30, ഇത് 45, ഇത് 60, ഇത് 90. നേരെ റിവേഴ്സ് ഓർഡർ പിടിക്കാം. പിന്നെ ഞാൻ പറഞ്ഞു ഈ കൈവിരലുകളൊക്കെ വെച്ച് അത് അതിനേക്കാളും ഈസി ആയിട്ട് ഇരിക്കുന്നതാണ് നോക്കുന്നത്. പിന്നെ ട്രയാങ്കിൾ വരച്ചൊക്കെ നമുക്ക് ചെയ്യാറുണ്ട്. ട്രയാങ്കിൾ വരച്ചൊക്കെ ചെയ്യാം. പക്ഷെ ഇത് നമുക്ക് പെട്ടെന്ന് ആൻസർ തരും എന്നാണ് നമുക്ക് തോന്നുന്നത്. √4, 3, 2, 1, 0/2. ഇതിന്റെ ഒന്നും ആവശ്യകത വരില്ല. ബൈ പ്രാക്ടീസ് കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ മനസ്സിൽ ഇത് ഉണ്ടായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരിക്കൽ കൂടി ഒരു ആവർത്തി കൂടി ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. 45 ഡിഗ്രിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് ഇത്ര മാത്രമാണ്. 45 ഡിഗ്രി, സൈൻ 45 ഡിഗ്രിയും കോസ് 45 ഡിഗ്രിയും ഈക്വൽ ആണ് എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. സൈൻ 45 ഡിഗ്രി എന്ന് പറയുന്നത് 1/√2 ആണ്. കോസ് 45 ഡിഗ്രി എന്ന് പറയുന്നത് 1/√2 തന്നെയാണ്. അപ്പോൾ ആ കേസ് അവിടെ കഴിയാണ്. സൈൻ 45 ഡിഗ്രിയും കോസ് 45 ഡിഗ്രിയും തുല്യമാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നു. സൈൻ 45 ഡിഗ്രി എന്ന് പറയുന്നത് 1/√2 ആണ്. കോസ് 45 ഡിഗ്രി എന്ന് പറയുന്നത് 1/√2 ആണ്. എങ്കിൽ ടാൻ 45 മക്കളെ ഒരു സംശയത്തിന്റെയും ആവശ്യമില്ല. സൈൻ ബൈ കോസ് ആണ് ടാൻ 45 ഡിഗ്രി എന്ന് പറയുന്നത്. സൈൻ ബൈ കോസ് എന്ന് പറയുന്നത് 1/√2 ബൈ 1/√2 എന്ന് പറയുന്നത് 1 ആണ്.
അത് 45 ഡിഗ്രിയുടെ പരിപാടി കഴിഞ്ഞു. ഇനി വരുന്നത് സീറോന്റെ കേസിലേക്ക് കൺസിഡർ ചെയ്യുമ്പോൾ സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. സൈൻ 0 0 ആണെങ്കിൽ കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. ടാൻ എന്ന് പറയുന്നത് 0/1 0 ആണ്. 0/1 0 ആണ്. സൈൻ കോസ് ടാൻ 0/1 0 ആണ്. ഇനി 90ലേക്ക് കിടക്കുമ്പോൾ സൈൻ 90 ആണ് 1. സൈൻ 90 സൈൻ 91 ആണെങ്കിൽ കോസ് 90 0 ആണെങ്കിൽ ടാൻ എന്ന് പറഞ്ഞാൽ 1/0 ആണ്. മക്കളെ ടാൻ എന്ന് പറഞ്ഞാൽ 1/0 ആണ്. നോട്ട് ഡിഫൈൻഡ് ആണ് എന്ന് പറഞ്ഞു. ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് ടാൻ 30 ടാൻ 60 ചേട്ടനും അനിയനുമാണ് എന്ന് ഞാൻ പറഞ്ഞു. ടാൻ 60 √3 ആണെങ്കിൽ ടാൻ 60 √3 ആണെങ്കിൽ ടാൻ 30 എന്ന് പറയുന്നത് 1/√3 ആണ്. ടാൻ 30 എന്ന് പറയുന്നത് 1/√3 ആണ്. ഇനി 30ലേക്ക് മടങ്ങി വരുമ്പോൾ സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്. സൈൻ 30 1/2 ആണെങ്കിൽ കോസ് 30 √3/2 ആണ്. ടാൻ 30 എന്ന് പറയുന്നത് 1/√3 ആയി. ടാൻ 30 = 1/√3 ആയി. ഇനി 60ലേക്ക് കടക്കുമ്പോൾ സൈൻ 60 √3/2 കോസ് 60 1/2 ആണെങ്കിൽ ഡിവിഷൻ വരുമ്പോൾ √3/2/2 അതിനുപരിയായിട്ട് ചേട്ടനും അനിയന്റെ കാര്യമൊക്കെ പറഞ്ഞു പോയതാണ്. √3 ആണ്. അപ്പോൾ ഒരിക്കൽ കൂടി മനസ്സിൽ ഉറപ്പിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായ കുട്ടികൾക്ക് ഇപ്പോൾ ഇത് ഏകദേശം ഒരു ധാരണ വന്നു കഴിഞ്ഞു. സൈൻ 45 ഈക്വൽ ആണ് കോസ് 45നോട്. സൈൻ 45 = 1/√2 കോസ് 45 = 1/√2 ടാൻ 45 = 1 എന്ന് കിട്ടി. ആ കേസ് അവിടെ നിന്ന് മാറ്റി. ടാൻ 60 √3 ആണെങ്കിൽ ടാൻ 30 1/√3 ആണ്. അതുപോലെ തന്നെ സൈൻ 30 കോസ് 60 ഈക്വൽ ആയിരിക്കും. സൈൻ 30 കോസ് 60 ഈക്വൽ ആയിരിക്കും. Once again sin 30 and cos 60 equal ആയിരിക്കും. sin 30 becomes 1/2 cos 60 becomes 1/2. അതുപോലെ തന്നെ sin 60യും ഇവിടെ sin 60യും cos 30യും തുല്യമായിരിക്കും എന്ന് പറഞ്ഞു. sin 0 0 ആകുമ്പോൾ cos 0 1 ആകും. sin 0 0 ആകുമ്പോൾ cos 0 1 ആകും. sin 90 1 ആകുമ്പോൾ cos 90 0 ആകുന്നു എന്നുള്ള തിരിച്ചറിവും ഉണ്ടാകണം. അപ്പോ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് സൈനിന്റെ കേസിൽ കൺസിഡർ ചെയ്യുക. ടു കൺസിഡർ √0 1 2 3 4/2 എടുത്ത് 1 ചെയ്യാനായിട്ട് സാധിക്കും. നേരെ റിവേഴ്സ് ഓർഡർ എടുത്ത് 4 3 2 1 0/2 എടുത്തും ചെയ്യാനായിട്ട് സാധിക്കും. ടാൻ എന്ന് പറയുന്നത് സൈൻ ബൈ കോസ് ആണെന്നും കോട്ട് എന്ന് പറയുന്നത് കോസ് ബൈ സൈൻ ആണെന്നുമുള്ള ക്വസ്റ്റ്യൻ ഫോം നിങ്ങളുടെ മനസ്സിനകത്ത് വളരെ വ്യക്തമായി ഉണ്ടാകേണ്ടതാണ്. ഇത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കണം. പഠിക്കണം, പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കി എടുക്കണം. അഭിനവ് AM ഇത് പഠിച്ചെടുത്തൂടെ? ഓക്കെ ആണ്. അഭിനവ് AM. അവന്തിക സുമോദ്? യെസ്. അശ്വന്ത്? യെസ് സർ. Then ജിസ്മി? Yes, sir. പഠിക്കാം. ഓക്കെ. ആദിദേവ് TJ? ഓക്കെ അല്ലേ? Then വസുദേവ്? ഓക്കെ. പഠിച്ചെടുക്കണം. ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് പഠിച്ചെടുത്തോളൂ. ട്രയാങ്കിൾ വരച്ചുള്ളതും ട്രയാങ്കിൾ വരച്ച് ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പക്ഷെ ഇവിടെ ഒരു ഗുരുതരമായ കുഴപ്പം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഇത് പ്രാക്ടീസ് കൊണ്ടാണ് പല കുട്ടികളും, നിങ്ങൾക്ക് മുമ്പേ പഠിച്ചു പോയ ആൾക്കാരും നമുക്ക് ഈ റീഡിംഗ് ഒക്കെ നമ്മുടെ മനസ്സിനകത്ത് നിന്ന് വരുന്നതാണ് ഏറ്റവും ഉത്തമം. ആ സമയത്ത് നമ്മൾ റീഡിങ്ങിന്റെ പുറകെ ട്രയാങ്കിൾ വരയ്ക്കാനും ഈ ഷോർട്ട് കട്ട് ടിപ്പ് തപ്പിയെടുക്കലൊക്കെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഡിലേ ആവും. നമ്മളിങ്ങനെ ഡിലേ ആക്കാൻ പറയാം. നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുന്നതാണ് കുറച്ചും കൂടി ഈസി. സൈൻ 45 കോസ് 45 തുല്യമാണ്. സൈൻ 45 1/√2 കോസ് 45 1/√2 ടാൻ 45 1 ആണ്. സൈൻ 30 കോസ് 60 ഈക്വൽ ആണ്. അതുപോലെ സൈൻ 60 കോസ് 30 ഈക്വൽ ആണ്. പിന്നെ ടാൻ 60 ടാൻ 30 ചേട്ടനും അനിയനുമാണ്. ടാൻ 60 ടാൻ 30. സൈൻ 90 1 ആണെങ്കിൽ കോസ് 90 0 ആണ്. അപ്പൊ ടാൻ 90 ഓട്ടോമാറ്റിക്കലി കിട്ടി. 1/0 നോട്ട് ഡിഫൈൻഡ് ഓർ ഇൻഫിനിറ്റി എന്ന് എഴുതും. സൈൻ 0 0 ആണെങ്കിൽ കോസ് 0 1 ആണെങ്കിൽ ടാൻ 0 0/1. ഇത്രേ ഉള്ളൂ കേസ്. ഇങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്പീഡ് കൂടുതലായി. സ്പീഡ് എന്ന് പറഞ്ഞ കൈ ഇങ്ങനെ ഒഴുകി. ആ സമയത്ത് നമ്മൾ ഈ റീഡിംഗ് ഒന്നും പഠിക്കാതെ എല്ലാത്തിനും
വിമർശനമായിട്ട് വരുമ്പോ നമുക്ക് ഈ റീഡിംഗ് ഒന്നും പഠിക്കാതെ ഞാൻ ട്രയാങ്കിൾ വരച്ച് തന്നെ ചെയ്തേക്കാം, ട്രയാങ്കിൾ വരച്ച കിട്ടും, ഒരു സംശയമില്ല കിട്ടുന്നു. പക്ഷെ നമുക്ക് എല്ലാത്തിനും ഒരു സ്റ്റോപ്പ് വരും, ഒന്ന് ഡിലേ വരും. മറ്റു കുട്ടികൾ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ താളം കിട്ടത്തില്ല. അതുപോലെ തന്നെ ഈ ഷോർട്ട് കട്ട് പഠിക്കുകയാണെങ്കിൽ റൂട്ട് 0, 1, 2, 3, 4/2 അതൊക്കെ നമുക്ക് ഏറ്റവും അവസാനം, അതായത് ഒരു നിവൃത്തിയില്ലാത്ത വരുന്ന സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറഞ്ഞ് അവസാനിപ്പിച്ച് ഞാൻ മറ്റൊരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്, മറ്റൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങളുടെ മനസ്സിനകത്ത് പതിയുന്നതിന്റെ ഭാഗമായിട്ട് സംസാരിക്കുന്നു. Sin 45 cos 45. Your answer is Ashwal. Ashwal, sin 45 cos 45. വോയിസ് കട്ടാണ്. Sin 45 cos 45. കേൾക്കാമോ അശ്വൽ? Sin 45 എന്നാണോ പറഞ്ഞത്? Yes, sin 45. 1/√2. Cos 45. 1/√2. Tan 45. 1. അതാണ് ചോദിച്ചപ്പോ നിനക്ക് കിട്ടാണ്ട് വന്നത്. ഇപ്പൊ ഓക്കെ അല്ലേ? Okay. Then Archana EA, Archana. Yes, sir. Archana EA. Tan 60 മോളെ എത്ര? Tan 60. √3. Tan 60. പുള്ളിയുടെ അനിയനാണ് Tan 30. പുള്ളി എത്രയാണ്? അനിയൻ എത്രയാ? Archana. Yes, sir. Tan 60 √3 ആണെങ്കിൽ Tan 30 എത്രയാ? 1/√3 ആണ്. ഓക്കെ, വെരി ഗുഡ്. ചേട്ടനും അനിയനും ആണെന്ന് മനസ്സിൽ കരുതിക്കോ. Tan 60 √3. Tan 30 1/√3 ആണ്. Tan 30 1/√3 ആണ്. അരുണിമ KS. അരുണിമ sin 0. അരുണിമ sin 0. 0. cos 0. ഭദ്ര PV. ഭദ്ര. Yes, sir. ഭദ്ര sin 30. 1/2. sin 30 ക്ക് ഇക്വലന്റ് ആണ് ആര്? cos 60. cos 60 എത്രയായിരിക്കും? 1/2. 1/2. ചിന്മയി. Yes, sir. Yes, sin 90 എത്രയായിരിക്കും? sin 90. 1. cos 90 എന്തായിരിക്കും? 0. അപ്പൊ tan 90 എത്രയായിരിക്കും? 1/0 എത്രയായിരിക്കും? 1/0. ഡിനോമിനേറ്റർ 0 ആണെങ്കിൽ അത് നോട്ട് ഡിഫൈൻഡ് കേട്ടോ. എന്താണ്? ഇൻഫിനിറ്റി എന്ന് നമുക്ക് എഴുതാം കേട്ടോ. ഓക്കെ. ഇതൾ പ്രദീപ്. ഇതൾ sin 45 എത്രയാണ്? sin 45. 1/. cos 45. 1/√2. നമുക്കിത് എങ്ങനെയാണ് എക്സാമിനേഷൻ എന്ന് പരിചയപ്പെടാം. ഓക്കെ, ഒറ്റ പ്രോബ്ലം ഒന്ന് എഴുതിക്കോളൂ കേട്ടോ. ഒറ്റ പ്രോബ്ലം എഴുതിക്കോളൂ. പ്രോബ്ലംസ് എന്ന് എഴുതാം. ആ പ്രോബ്ലം ഒന്ന് ചെയ്യാൻ നമുക്ക് ശ്രദ്ധിക്കാം കേട്ടോ. ഒന്ന് റെഡി ആയിക്കോളൂ. ഒന്നും കൂടി റിസൾട്ട് ഒന്ന് മനസ്സിനകത്ത് ഒന്ന് പഠിച്ചോളൂ കേട്ടോ. മനസ്സിനകത്ത് ഒന്ന് റെഡി ആക്കിക്കോളൂ. മനസ്സിനകത്ത് ഒന്ന് റെഡിയാക്കുക. എല്ലാ കുട്ടികളും മനസ്സിനകത്ത് ഒന്നും കൂടി പഠിച്ചോളൂ കേട്ടോ. എല്ലാ ദിവസവും അടുപ്പിച്ച ഒരാഴ്ച ഈ റിസൾട്ട്സുകള് നമുക്ക് പഠിക്കേണ്ട ആവശ്യകത ഉണ്ട്. അപ്പൊ ആ റിസൾട്ട്സ് എല്ലായ്പ്പോഴും വായിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ എക്സാമിനേഷന് വരുന്ന ഒരു ചോദ്യം ഒന്ന് എഴുതിയെടുക്കുക. എങ്ങനെയാണ്, എന്താണ് ഈ റീഡിങ്ങിന്റെയൊക്കെ പ്രത്യേകത എന്നുള്ളത് മനസ്സിലാക്കാം. ഇതും നമ്മളെ മനസ്സിലാക്കുന്നുണ്ടാവും കേട്ടോ. 5/6, 5/4, 5/3, 5/2. ഇനി ഇങ്ങനെയാ വരാ കൂടുതലും. 5/6, 5/3, 5/4, 5/2 എന്നൊക്കെ വരിക. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ ചോദ്യം ഇതാണ്. The value of 2 sin square pi/4 plus 2 cos square pi/4 plus sin pi/2. The value of, ഇതിന്റെ ഉത്തരം എന്തായിരിക്കും എന്ന് നോക്കാം. The value of എന്നാണ് ചോദ്യം. ഇങ്ങനെയാണ് എക്സാമിനേഷന് കയറി വരാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എന്ന് സ്റ്റേറ്റുകാർക്കും CBSE-കാർക്ക് ദി വാല്യൂ ഓഫ് 2 sin square pi/4 plus 2 cos square pi/4 plus sin pi/2 equal to dash ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. സ്റ്റേറ്റ് സിലബസുകാർക്ക് ഫൈൻഡ് ദ വാല്യൂ ഓഫ് 2 sin square pi/4 plus 2 cos square pi/4 plus sin pi/2. അപ്പൊ റെഡി ആയിക്കോളൂ. അനുലക്ഷ്മി മണികണ്ഠൻ. Yes, sir. Yes,
വീഡിയോ ഓണാക്ക് മോളെ. അനുലക്ഷ്മി പറഞ്ഞോളൂ. അനുലക്ഷ്മി മോളെ ഈ ചോദ്യം Yes, sir. അനുലക്ഷ്മി ചോദ്യം വായിച്ചോ മോളെ? Yes, sir. വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം വായിച്ചുകൊണ്ടിരിക്കുകയാണ് മോളെ അല്ലെ. 2 sin square pi by 4 plus 2 cos square pi by 4 plus sin pi by 2. ഇതിന്റെ ഉത്തരം പറയാൻ റെഡിയാണോ അനുലക്ഷ്മി? Yes, sir. ശ്രമിക്കാം. ശ്രമിക്കാമെന്നാണ് അനുലക്ഷ്മി പറയുന്നത്. ഓക്കെ, അനുലക്ഷ്മി എങ്ങനെയായിരിക്കും ഈ ഒരു ചോദ്യം കൈകാര്യം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് പറഞ്ഞു അനുലക്ഷ്മി. Yes, sir. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ അനുലക്ഷ്മിയുടെ മുന്നിലേക്ക് ഇട്ട് തരുമ്പോൾ എങ്ങനെയാണ് അനുലക്ഷ്മി അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുക? Sin pi by 4 1/√2 ആണ്. അപ്പോ 2 into 1/√2 whole square. ശരിയാണ് മോളെ, ശരിയാണ്. വെരി ഗുഡ്, എക്സലന്റ്. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാം, 2 into അതിന്റെ റീഡിങ്സ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ പ്രോസസ്. sin 45 pi by 4 becomes 180/4 45 ഡിഗ്രി. നമ്മൾ ആ ടേബിളിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുകയുണ്ടായി. sin 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. But according to the question is a sin square pi by 4. നമ്മൾ പറഞ്ഞു sin square theta എന്ന് പറയുന്നത് sin theta whole square എന്നാണ്. അറിയാത്ത കുട്ടികൾ എഴുതണം. sin square theta എന്ന് പറയുന്നത് sin theta whole square ആണ്. അപ്പൊ sin pi by 4 1/√2 ആണ്. ഇവിടെ വരുന്നു 1/√2 whole square എന്ന് പറയും. പ്ലസ് 2 into പറഞ്ഞോളെ, പ്ലസ് 2 into പറഞ്ഞോളൂ അനുലക്ഷ്മി. Yes, sir. 2 into cos square pi by 4. Your answer is 2 into 1/√2 whole square. very good. Plus sin 90. Sin 91. sin 91. ഇനി സിമ്പിൾ കാൽക്കുലേഷൻ, ചെറുതായിട്ടുള്ള ഒരു ഒറ്റ കാൽക്കുലേഷൻ. Your answer ready? 2 into 1/√2 whole square. √2 whole square. Root x into root x. X ആണെങ്കിൽ √2 whole square. √2 into √2. √2 into √2 2 ആണ്. Plus 2 into √2 whole square again. √2 whole square 2 ആണ്. Plus 1. 2 2 2 എല്ലാം ക്യാൻസൽ ആയി. 1 plus 1 plus 1. Your answer is 3 is the final answer. Your answer is 3 is the final answer. ഇങ്ങനെയാണ് ആ ടേബിളും പ്രോബ്ലവും തമ്മിൽ ലിങ്ക് ആയിട്ടിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ഉത്തരം. 3 എന്നുള്ള ഉത്തരമാണ് നമ്മൾ എത്തുന്നത്. പുതുതായി വന്ന ആളുകൾ മനസ്സിലാക്കാം, സൈൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എന്നുള്ളൊരു റിസൾട്ടിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത് എന്ന കാര്യം മറന്ന് പോകരുത്. PB Badra PB, is it okay Badra? Yes, sir. Avantika Sumot, Maria James. Yes, sir. Aaron Anthony. Aaron. Sir. Okay ആണോ Aaron? ഇപ്പൊ മനസ്സിലായി. ആ ടേബിൾ കണ്ടപ്പോ മനസ്സിലായി. ഓക്കെ. മനസ്സിലായില്ല മോൻ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ആ ടേബിള് വരച്ചില്ലേ ഇപ്പൊ? അത് കണ്ടപ്പോ മനസ്സിലായി ഇപ്പൊ. ഓക്കെ. ഇന്നലെ നമ്മൾ അത് സംസാരിച്ചല്ലോ അല്ലെ? ഓക്കെ. പെട്ടെന്ന് എനിക്ക് കത്തിയില്ല. ഓക്കെ. അഭിനന്ദന ഓക്കെ ആണോ ഈ പ്രോബ്ലം? ആദിദേവ് TJ. യെസ് ഓക്കെ ആണ്. അഭിനവ് അഭിനവ് മെസ്സേജ് വിടണം, റെസ്പോൺസ് മസ്റ്റ് ആണ്. അതിഷ വി ജോഷി. അതിഷ. Yes, sir. ഇന്നലെ എക്സാം എഴുതിയ ആളുകള് ഗൂഗിൾ ക്ലാസ് റൂമിൽ നിർബന്ധമായും അത് പോസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ഗൂഗിൾ ക്ലാസ് റൂമിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഓഫീസുമായി കോണ്ടാക്ട് ചെയ്യണം. നിങ്ങളുടെ ആൻസർ പേപ്പർ അപ്പോൾ നിങ്ങൾക്ക് നോക്കി തരുന്നതാണ്. നാളെ നിങ്ങൾ നോക്കിയാൽ ഈ ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെ നോക്കിയാൽ നിങ്ങളുടെ മാർക്കും കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. ആ PDF ആക്കിയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് പോസ്റ്റ് ചെയ്ത ആളുകളാണ് കഴിഞ്ഞ വർഷമൊക്കെ സ്കൂളിൽ. അപ്പോ അത്തരത്തില് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഓഫീസിലേക്ക് വിളിച്ചു ചോദിക്കുക. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു തരും.
ആദിത്യൻ എസ് ക്ലിയർ അല്ലേ? ആദിത്യൻ എസ്, Yes, sir. പി എ, അഗ്നിവേഷ്, ഐഷ ഐഷ Yes, sir. ഓക്കെ അല്ലേ ഐഷ? Okay, okay. ഇന്ന് ഭയങ്കര എനർജിയിലാണല്ലോ ഐഷ. എന്താണ് ഭക്ഷണം കഴിച്ചത്? Apple. ഓക്കെ. അനീന എം ജലീൽ, അനീന വി, Yes, sir. ഏഞ്ചൽ, അനുഗ്രഹ സഞ്ജയ്, അനുരാഗ്, അർച്ചന, അരുണിമ കെ എസ്, Yes, sir. അശ്വിൻ ബിജു, ആതിര, Yes, sir. ഐഷ എ എസ്, ഐഷ എ എസ് Yes, sir. ഓക്കെ ആണോ? ഓക്കെ. അഭയ് കൃഷ്ണ, അക്ഷയ്, Yes, sir. Yes, sir. ചിന്മയി, ദേവിക, എമിൻ ഗഫൂർ, എമിൻ, Sir. ഇതൾ പ്രദീപ്, ഫാരിസ് നിഷാദ്, Yes, sir. ജിയ വിൽസൺ, ഹസ്ന, ജിസ്ന, ജിയന്ന, കീർത്തന അനിൽ, കൃഷ്ണ പ്രദീപ്, കൃഷ്ണ സുനിൽ, Yes, മരിയ sir. മുഹമ്മദ്, നമീർ, റീന ബാബു, നീതു പി എസ്, നിഖിൽ രാജ്, പാർത്ഥസാരഥി, പവിത്ര കെ പി, Yes, sir. രാജകൃഷ്ണ ടി ആർ. Yes, sir. യെസ്, നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾ തന്നെ ചെയ്യാം. എഴുതിക്കോളൂ മക്കളെ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 2 sin square 90 plus 3 cos square 5/6 2 sin square 5/3. ഇതാണ് ചോദ്യം. Find the value of 2 sin square 5/2 plus 3 cos square 5/6 plus 2 sin square 5/3. എല്ലാവരും ഒന്ന് തന്നെ ചെയ്തേ മക്കളെ. ഒരു നിമിഷം ആ ടേബിളൊക്കെ നോക്കിയിട്ട് പതുക്കെ ഒന്ന് പ്രവേശിക്കുക അതിലേക്ക്. ഫാരിസ് നിഷാദ്, ഫാരിസ് നിഷാദ്. പവിത്ര മോളെ, പവിത്ര കെ പി. Yes, sir. ആൻസർ പറ. 2 into 1 square. 2 into 1 square plus 3 into Root 3/2. root 3/2 whole square. 2 into പറഞ്ഞ മോളെ. Root 3/2. 2 into root 3/2. 2 into root 3/2 whole square. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. 2 into 1 square 2 plus 3 into root 3യുടെ സ്ക്വയർ, root 3യുടെ സ്ക്വയർ 3 ആണ്. 3/4 plus 2 into 3/4 എന്ന് കിട്ടി. 2 plus 9/4 plus 6/4. അപ്പോ കാൽക്കുലേഷൻ ഇതിന്റെ വേഗത്തിൽ ചെയ്യാം. ഡിനോമിനേറ്റർ സെയിം. 9 plus 6 15. 15/4. 4 ഇങ്ങോട്ട് ക്രോസ്, LCM 8. 8 plus 15/4. 8 plus 15/4. 23/4 is the answer. 23/4 is the answer. 23/4 is the answer. Once again, 2 into sin 91 ആണ്. 2 into 1 square. 3 into cos 5/6 root 3/2 ആണ്. 3 into root 3/2 whole square plus 2 into sin 5/3 root 3/2 എന്നാണ് പറഞ്ഞത്. root 3/2 whole square. 2 into 1 square 2 plus 3 into root 3യുടെ സ്ക്വയർ 3 ആണ്. 2 square 4 ആണ്. 2 plus 3 into 3/4 plus 2 into root 3യുടെ സ്ക്വയർ 3 ആണ്. 3/4. 2 plus 9/4 plus 6/4. 2 plus 9 plus 6 15 ആണ്. 15/4. 8 plus 15 23/4 is the final answer. 23/4 is the final answer. ഇതാണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്? പവിത്ര പ്രസന്നൻ, പവിത്ര കെ പി ഇതായിരുന്നു ആൻസർ കിട്ടിയിരിക്കുന്നത്. പവിത്ര കെ പി. പവിത്ര കെ പി. Yes, sir. ഭദ്ര. Yes, sir. യെസ്. അഭിനവ് എ എം. Yes, sir. ഇതായിരുന്നു. യെസ്, വെരി ഗുഡ്. അഭിനവ് ടി വി.
ആദിദേവ് ടി ജെ, ആദിദേവ് സാർ ഇതായിരുന്നു. ഇതായിരുന്നു. ഓക്കെ. അശ്വന്ത്? യെസ് സർ, ഇത് തന്നെയാ. യെസ്. ജിസ്മി? Yes, sir. അവന്തിക സുമോദ്? പൗർണമി? റിമിത? ഓക്കെ. റിമിത? വസുദേവ്? Yes, sir. സാവിയോ? സാവിയോ? യെസ് സാർ. ഓക്കെ. ചിന്മയി? എന്നെ കഴിഞ്ഞിട്ടില്ല സാറേ. ആ ഓക്കെ, കഴിഞ്ഞിട്ട് മതി. മനസ്സിലായോ? ഓക്കെ. കൃഷ്ണ പ്രദീപ്? കൃഷ്ണ പ്രദീപ്? ഇതൾ? ഇതൾ? ഓക്കെ. Yes, sir. ഓക്കെ. ഐഷ? Yes, sir. മനസ്സിലായി. ഇതായിരുന്നോ ഈ ആൻസർ? ആണോ കിട്ടിയിരുന്നത്? അതെ അതെ, ഇത് തന്നെയാണ് കിട്ടിയത്. ഓക്കെ, വെരി ഗുഡ്. ഐഷ AS? യെസ് സാർ. കിട്ടിയിരുന്നു. ആരോൺ ആന്റണി? ഓക്കെ. രാജകൃഷ്ണ TR? യെസ് സാർ, ഇത് തന്നെയാണ് കിട്ടിയത്. യെസ്. വൃന്ദ ബാബു? വിഷ്ണു? Yes, sir. മരിയ ജെയിംസ്? Yes, sir. യെസ്. മരിയ? ജിയൻ? ജിയന്ന? Yes, sir. ജയശങ്കർ? ഓക്കെ. ജയശങ്കർ? യെസ് സർ. ജീവൻ? യെസ് സാർ. നിഖിൽ രാജ്? നിഖിൽ? Yes, sir. യെസ്. എന്താണ്, നെറ്റ് ഡിലേ ഉണ്ടോ? അത് ഓൺ ആവാൻ ടൈം എടുക്കുക. ഓക്കെ. മുഹമ്മദ്? മുഹമ്മദ്? ഓക്കെ സാർ. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ റീഡിംഗ് ഒക്കെ പഠിച്ചാലുള്ള ഗുണം. ഇനി ഇതിന്റെ പ്രോബ്ലംസ് കേട്ടോ. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് പഠിക്കാം. റെഡി ആയിക്കോളൂ. മറ്റൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. അതും സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് കേട്ടോ. ജനറൽ ട്രൂത്തിന്റെ അടിസ്ഥാനം എല്ലാം ഒരു റിസൾട്ട്സുകളാണ്. ആ ജനറൽ ട്രൂത്ത്, ആ നിയമങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ആ നിയമം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ എഴുതാം. നിങ്ങൾക്ക് അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ. ഈ ചാപ്റ്റർ മാത്രമേ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ഉള്ളൂ കേട്ടോ. ട്രിഗണോമെട്രി ആണ് ഏറ്റവും വലിയ ചാപ്റ്ററും ഏറ്റവും എളുപ്പമാണ്. പക്ഷെ ആ റിസൾട്ട്സുകളൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. നിങ്ങളിപ്പോ സെറ്റ്സ് പഠിച്ച ആളുകളാണ്, ഒന്നുമില്ല എന്ന് മനസ്സിലായി. റിലേഷൻ, ലീനിയർ ഇനീക്വാലിറ്റീസ് പഠിച്ചു, കോംപ്ലക്സ് നമ്പർ മനസ്സിലാക്കി കുറെ. അപ്പോ ഇത് മാത്രമാണ് ബിഗ് ചാപ്റ്റർ എന്ന് പറയാനുള്ളത്. ഇത് കൂടുതലും റിസൾട്ട്സിനെ ബേസ് ചെയ്തിട്ട് മൂവ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് റിസൾട്ട്സ് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം. എങ്കിൽ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാനായിട്ട് ഒരു പ്രയാസവുമില്ല. പറയുന്ന എല്ലാ ജനറൽ ട്രൂത്തുകളും മനസ്സിൽ കൃത്യമായി ഉറപ്പിച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല സ്പീഡിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഹെഡിങ് എഴുതാം. സൈൻ ഓഫ് trigonometric functions. Sine, SIGN. Sine of trigonometric functions. TRIGONOMETRIC. Sine of trigonometric functions. നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. നമുക്ക് അറിയാം 4 ക്വാഡ്രന്റ്സ് ഉണ്ട് എന്നറിയാം. നമുക്ക് 4 ക്വാഡ്രന്റ് ഉണ്ട് എന്ന് കൃത്യമായി ഗ്രാഫ് കാർട്ടീഷ്യൻ സിസ്റ്റത്തില് നമ്മൾ വളരെ വ്യക്തമായി പഠിച്ച ആളുകളാണ്. അപ്പൊ 4 ക്വാഡ്രന്റ് ഉണ്ട് എന്ന് നമുക്കറിയാം. ക്വാഡ്രന്റ് 1 ആണ് ഈ കാണുന്നത്. ക്വാഡ്രന്റ് 1. അടുത്ത പറയുന്നത് ക്വാഡ്രന്റ് 2 ആണ്. ഇതാണ് ക്വാഡ്രന്റ് 3. ക്വാഡ്രന്റ് 1, ക്വാഡ്രന്റ് 3 ആണ്. ക്വാഡ്രന്റ് 4 ആണ്. ക്വാഡ്രന്റ് 4 ഇവിടെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിനെ നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും ഉണ്ടാകണം 4 ക്വാഡ്രന്റ് ഉണ്ട്. ആ 4 ക്വാഡ്രന്റ്
ട്രിഗണോമെട്രിക് റേഷ്യോസ് എങ്ങനെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കൂടി നമ്മളുടെ മനസ്സിനകത്ത് ഉണ്ടാകണം. ക്വാഡ്രന്റ് നമ്പർ 1 എന്ന് പറയുന്നത് 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ π/2 0 ലെസ് ദാൻ തീറ്റ, അപ്പൊ സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ വരാണെങ്കിൽ കേട്ടോ, ലെസ് ദാൻ π/2 ആയിരിക്കും. 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ π/2 ആണ്. അതായത് 90 മൈനസ് തീറ്റയുടെ ആളുകളൊക്കെയാണ് ഇവിടെ വരിക. ഓൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആർ പോസിറ്റീവ് എന്നാണ് ക്വാഡ്രന്റ് നമ്പർ 1 പറയുന്നത്, എ എന്നാണ് പറയുന്നത്. അതിന് എളുപ്പ വഴിയാണ് ക്വാഡ്രന്റ് നമ്പർ 1 6 ട്രിഗണോമെട്രിക് റേഷ്യോസും പോസിറ്റീവ് ആണ് എന്നാണ് പറയുന്നത്. All trigonometric ratios are positive. Sin theta, cos theta, tan theta, cosec theta, sec theta, cot theta അതൊക്കെ പ്ലസ് ആയിരിക്കും വരാം. പ്ലസ് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ആയിരിക്കും വരാം. അതുകൊണ്ടാണ് സൈനുമായി റിലേറ്റഡ് ആവുന്ന എല്ലാ റിസൾട്ടും ക്വാഡ്രന്റ് നമ്പർ 1 വരുന്ന 90 മൈനസ് തീറ്റയുടെ എല്ലാ റിസൾട്ടും പോസിറ്റീവ് ആയിട്ട് കാണുകയുള്ളൂ. അതിലേക്കൊക്കെ നമ്മൾ വരും, വീണ്ടും റിസൾട്ടുകളിലേക്ക് നമ്മൾ വരും. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്നത് ക്വാഡ്രന്റ് നമ്പർ 1 എനെയാണ് സൂചിപ്പിക്കുന്നത്, ക്വാഡ്രന്റ് നമ്പർ 2 എസിനെയാണ് സൂചിപ്പിക്കുക, ക്വാഡ്രന്റ് നമ്പർ 3 ടിനെയാണ് സൂചിപ്പിക്കുക, ക്വാഡ്രന്റ് നമ്പർ 4 കോസിനെ സി. എ എന്ന് പറഞ്ഞാൽ ഓൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആർ പോസിറ്റീവ്. എസ് എന്ന് പറയുന്നത് ഇവിടെ സൈൻ പോസിറ്റീവ് ആയിരിക്കും. സൈനും അയാളുടെ റെസിപ്രോക്കലായ കൊസീക്കും മാത്രമേ പോസിറ്റീവ് ആവുള്ളൂ. ബാക്കി അതേഴ്സ് ട്രിഗണോമെട്രിക് റേഷ്യോസ് ആർ നെഗറ്റീവ്. സൈൻ തീറ്റയും കൊസിക് തീറ്റയും മാത്രമേ പോസിറ്റീവ് ആകുന്നുള്ളൂ. സൈൻ തീറ്റയും കൊസിക് തീറ്റയും മാത്രമേ പോസിറ്റീവ് ആകുന്നുള്ളൂ. ബാക്കി ആളുകളൊക്കെ നെഗറ്റീവിലേക്കാണ് പോവുക. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും. അതുപോലെ തന്നെ ഇവിടെ ടാൻ എന്ന് പറയുന്ന ആള്, ടാൻ എന്ന് പറയുന്ന വ്യക്തി, ടാനും കോട്ടും മാത്രമേ പോസിറ്റീവ് ആവുള്ളൂ. സി എന്ന് പറയുന്നത് കോസും സീക്കും മാത്രമേ പോസിറ്റീവ് ആവുള്ളൂ. അപ്പൊ ഇത് 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ π/2 എന്ന് പറയുന്നു. ഇവിടെ പറയുന്നു ഇത് π/2 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ π. ബിറ്റ്വീൻ 0 90 180 എന്നാണ് പറയാ. സെക്കൻഡ് ക്വാഡ്രന്റില് 90 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 180 എന്നാണ് പറയുക. 0 ലെസ് ദാൻ, അപ്പൊ ഇവിടെ 90 മൈനസ് തീറ്റ വരുന്ന ആളുകളാണ് ഇവിടെ എല്ലായ്പ്പോഴും. ഇവിടെ ഉണ്ടാകുന്നത് 90 മൈനസ് തീറ്റയുടെ ഡിഗ്രി അളവ് 90 മൈനസ് തീറ്റയിലേക്ക് താഴെ വരുമ്പോൾ ഇവിടെ 90 പ്ലസ് തീറ്റയുടെ ആളുകളും വരാം. അതുപോലെ 180 മൈനസ് തീറ്റയുടെ ആളുകളും സെക്കൻഡ് ക്വാഡ്രന്റിൽ വരാം. കാരണം π/2 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ π, ഈ സിമ്പല് ലെസ് ദാനെയാണ് കുറിക്കുന്നത്. ഇവിടെ 90 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ π. അപ്പൊ 90 പ്ലസ് തീറ്റ 90-ലധികമുള്ള ആളുകളും 180-ൽ താഴെയുള്ള ആളുകളും ബിലോ 180 ആയിട്ടുള്ള ആളുകളും ഈ ഗ്രൂപ്പിൽ പെടും. ഒക്കെ പ്രോബ്ലത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റൂട്ടോ. ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കാൻ ഇതെല്ലാം. അടുത്തത് പറയുന്നത് 180 പൈ ലെസ് ദാൻ തീറ്റ, 180 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 3π/2. 3π/2 എന്ന് പറഞ്ഞാല് 270 ആണ് കേട്ടോ മക്കളെ, 270. ഇവിടെ 180യും ബിറ്റ്വീൻ 3π/2. ടാനും കോട്ടും മാത്രമേ പോസിറ്റീവ് ആവുള്ളൂ കേട്ടോ. ക്വാഡ്രന്റ് നമ്പർ 3 ടാൻ കോട്ടും മാത്രമേ പോസിറ്റീവ് ആവുള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായി മനസ്സിലാക്കി തരാം എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. അപ്പൊ ഇവിടെ വരുന്നത് പൈ പ്ലസ് തീറ്റ 180 പ്ലസ് തീറ്റയും 3π/2 മൈനസ് തീറ്റ 270 മൈനസ് തീറ്റയും പൈ പ്ലസ് തീറ്റയുമാണ് ആ ഫാമിലിയിൽ വരുന്നത്. അടുത്തത് 3π/2 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 2π 360 270-നും 360-നും ഇടയിലാണ്. അപ്പൊ ഇവിടെ വരുന്നത് 3π/2 പ്ലസ് തീറ്റ എന്നും ഇങ്ങനെ ഒരു കറങ്ങി വരാണ്, ഒരു സർക്കിളാണ്. 3π/2 പ്ലസ് തീറ്റയും അതുപോലെ 2π മൈനസ് തീറ്റയുമാണ്, 360 മൈനസ് തീറ്റ. ഇവിടെ 90 മൈനസ് തീറ്റയും അതുപോലെ തന്നെ 2π പ്ലസ് തീറ്റയും ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. 2π പ്ലസ് തീറ്റ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്, 360 പ്ലസ് തീറ്റ പിന്നെ വരുന്നത് കേട്ടോ. 2π പ്ലസ് തീറ്റ അതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയാൽ മതി. അപ്പോ തൽക്കാലത്തേക്ക് ഞാൻ പറയാം, ശ്രദ്ധിക്കാം. 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ π/2 ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഒരു ചെറിയ പ്രയാസം ഉണ്ടായിരിക്കും. ഈ ASTCനെ മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് ഓൾ സിൽവർ ടീ കപ്പ് എന്നൊക്കെ പറയാറുണ്ട്. ഓൾ സിൽവർ ടീ കപ്പ്, ഓൾ ക്വാഡ്രന്റ് നമ്പർ 1 all trigonometric ratios are positive. yes represented as sin ആണ്, sin and cosec. all silver t tan cot t tan ആണ് all silver tea cup. അല്ലെങ്കിൽ പറയാം
ഓൾ സയൻസ് ടീച്ചേഴ്സ് സ്കൂൾ എന്ന് പറയും. ഓൾ സയൻസ് ടീച്ചേഴ്സ് സ്കൂൾ. ഓൾ സയൻസ് ടീച്ചേഴ്സ് സ്കൂൾ. ASTC. A represented as all trigonometric. A എന്ന് പറയുന്നത് all trigonometric ratios ആണ്. All trigonometric ratios are positive എന്നാണ് A കാണിക്കുന്നത് സൈൻ. 6 trigonometric ratios പോസിറ്റീവ് ആണ്. എസ് എന്ന് പറഞ്ഞാൽ സൈനെയാണ് കാണിക്കുന്നത്. സൈൻ ആൻഡ് കൊസീക്ക് അയാളുടെ റെസിപ്രോക്കൽ പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. സൈനും കൊസീക്കും മാത്രമേ അവിടെ പോസിറ്റീവ് ആവുള്ളൂ. അതേഴ്സ് മറ്റ് ട്രിഗണോമെട്രിക് റേഷ്യോസ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാം. ഈ ടി റെപ്രസെന്റ് ചെയ്യുന്നത് ടാനും അയാളുടെ റെസിപ്രോക്കലായ കോട്ടും മാത്രമേ പോസിറ്റീവ് ആകുന്നുള്ളൂ. അതേഴ്സ് എല്ലാവരും നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ സി എന്ന് പറയുന്നത് കോസും അയാളുടെ റെസിപ്രോക്കലായ സിക്കും മാത്രമേ പോസിറ്റീവ് ആകുന്നുള്ളൂ. അതേഴ്സ് എല്ലാവരും നെഗറ്റീവ് ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട റൂൾ എന്ന് പറയുന്നത്, നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാവേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, എന്നിട്ട് ഒറ്റ പ്രോബ്ലം ഞാൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലായോ എന്ന് ഞാൻ ചോദിക്കുകയുള്ളൂ. ആ പ്രോബ്ലത്തിലൂടെയാണ് നമുക്കിത് കൃത്യമായി നിങ്ങളുടെ മനസ്സിനകത്ത് പതിയുള്ളൂ. അപ്പൊ 4 ക്വാഡ്രൻസിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു. 4 ക്വാഡ്രൻസ് ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾക്കറിയാം 4 ക്വാഡ്രന്റ് ഉണ്ട് എന്ന്. ക്വാഡ്രന്റ് നമ്പർ 1 നിയമപ്രകാരം പറയപ്പെടുന്നു A എന്നാണ് പറയുന്നത്. ഈ എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസും പോസിറ്റീവ് ആണ് എന്നാണ് ക്വാഡ്രന്റ് നമ്പർ 1 പറയുന്നത്. അത് ഡിഗ്രി അളവ് ക്വാഡ്രന്റ് നമ്പർ 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ π/2 0 to π/2 ആണ്. 0 to 90 ആണ്. രണ്ടാമത്തെ ക്വാഡ്രന്റിലേക്ക് കിടക്കുമ്പോൾ എസ് എന്നാണ് കാണിക്കുന്നത്. ASTC ആണ്. എസ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് സൈനിനെയാണ്. സൈനും അയാളുടെ റെസിപ്രോക്കലായ കൊസീക്കും മാത്രമേ ക്വാഡ്രന്റ് നമ്പർ 2 പോസിറ്റീവ് ആയി വരുന്നുള്ളൂ. മറ്റു ട്രിഗണോമെട്രിക് റേഷ്യോസ് എല്ലാവരും നെഗറ്റീവ് ആണ്. അവരുടെ ഡിഗ്രി അളവ് നോക്കാൻ പറഞ്ഞാൽ ക്വാഡ്രന്റ് നമ്പർ 2 ഡിഗ്രി അളവ് എന്ന് പറയുന്നത് 90 180 ആണ് അല്ലെ. 90 π/2 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 180. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് π/2 പ്ലസ് തീറ്റയും 180 മൈനസ് തീറ്റയുമാണ് നമ്മളുടെ മനസ്സിനകത്തേക്ക് ഓടി വരേണ്ടത്. 90 മേലെയുള്ള ആളുകളെയും 180 താഴെയുള്ള ആളുകളെയും ക്വാഡ്രന്റ് നമ്പർ 2 ഉൾപ്പെടുത്താം. ഇപ്പൊ 135 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ക്വാഡ്രന്റ് നമ്പർ 2 വരിക. എന്തുകൊണ്ട് 135 ക്വാഡ്രന്റ് നമ്പർ 2 വന്നു? 90 പ്ലസ് തീറ്റ 90ക്ക് മേലെയാണ്, 180ക്ക് താഴെയാണ്. 157 ഏത് ക്വാഡ്രന്റിൽ നിങ്ങൾ ഉൾപ്പെടുത്തും? സെക്കൻഡ് ക്വാഡ്രന്റിൽ ഉൾപ്പെടുത്തും. വൈ? എന്തുകൊണ്ട്? അത് 90ക്ക് മേലെയാണ്, അതുപോലെ 180ക്ക് താഴെയാണ്. 36 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ക്വാഡ്രന്റിലേക്ക് പോകും? 36 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരു സംശയവുമില്ലാതെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റണം. 36 ഡിഗ്രി ക്വാഡ്രന്റ് നമ്പർ 1 കാരണം 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ π/2 ആണ്. 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ക്വാഡ്രന്റിലേക്ക് പോകും? ക്വാഡ്രന്റ് നമ്പർ 1 പോകും. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതിലേക്ക് പോകും? 60 ഡിഗ്രി ക്വാഡ്രന്റ് നമ്പർ 1 പോകും. AS കഴിഞ്ഞ് ഇനി അടുത്തവൻ T ആണ്. അടുത്ത ആള് T ആണ്. T എന്ന് പറയുന്നത് ടാനും കോട്ടുമാണ്. ടാൻ പുള്ളിയുടെ റെസിപ്രോക്കൽസിനെ എപ്പോഴും എല്ലാവരും അവരുടെ റെസിപ്രോക്കൽസിനെയും അവരുടെ ഗ്രൂപ്പിലേക്ക് ആക്കും. T എന്ന് പറയുന്നത് ടാൻ ആണ്. ടാൻ അയാളുടെ റെസിപ്രോക്കലിനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ കോട്ട് പോസിറ്റീവ് ആണ്. ടാൻ പറയുന്നത് π/2 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 3π/2. 3π/2 എന്ന് പറയുന്നത് 270 ഡിഗ്രിയാണ്. 270 ഡിഗ്രിയാണ് 3π/2 എന്ന് പറയുന്നത്. 3 into 180 divided by 2 540 divided by 2 270 ഡിഗ്രി. അവർ അവകാശപ്പെടുന്നു, ഞങ്ങൾ പറയുന്നത് ടാനും കോട്ടും മാത്രമേ ഈ ഗ്രൂപ്പിൽ ഞങ്ങൾ പോസിറ്റീവ് ആക്കുകയുള്ളൂ. അത് ജനറൽ ട്രൂത്ത് ആണെന്ന് ഞാൻ പറഞ്ഞു. എനിക്കത് മാറ്റാനുള്ള അവകാശമില്ല. ടാനും കോട്ടും പോസിറ്റീവ് ആവുന്നു. അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആയ സൈനും കോസും സീക്കും കൊസീക്കും എല്ലാം നെഗറ്റീവ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു. അവരുടെ റീഡിംഗ് മെഷർ ചെയ്യാൻ പറഞ്ഞപ്പോൾ 180 പ്ലസ് തീറ്റയും അതുപോലെ 270 മൈനസ് തീറ്റ എന്ന് പറയുന്നു. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. 200 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റിലാണ് ഉൾപ്പെടുക? 200 ഡിഗ്രി ക്വാഡ്രന്റ് നമ്പർ 3 ബിക്കോസ് π പ്ലസ് തീറ്റ 270 മൈനസ് തീറ്റ 225 നിഷ്പ്രയാസം പറയാനായിട്ട് സാധിക്കും. 225 ഡിഗ്രി എന്ന് പറയുന്നത് ക്വാഡ്രന്റ് നമ്പർ 3 കാരണം ഇത് 180 പ്ലസ് തീറ്റയാണ്. 190 എന്ന് പറയുന്നു. 190 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവകാശപ്പെടാം അത് ക്വാഡ്രന്റ് നമ്പർ 3 ആണ് എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായി അവകാശപ്പെടാം. അതിന്റെ കാരണം എന്ന് പറയുന്നത്
പൈ പ്ലസ് തീറ്റയും 270 മൈനസ് തീറ്റയുമാണ് വന്നിരിക്കുന്നത്. കോഡ് നമ്പർ 4 അവകാശപ്പെടുന്നു. കോഡ് നമ്പർ 4 സി എന്നാണ് അതിന്റെ പേര്. സി കോസും പുള്ളിയുടെ റെസിപ്രോക്കലായ സിക്കും മാത്രമേ പോസിറ്റീവ് ആകുന്നുള്ളൂ. അവിടെയും കണ്ടീഷൻ പറയുന്നു 270 പ്ലസ് തീറ്റ 270 പ്ലസ് തീറ്റ 360 മൈനസ് തീറ്റ എന്നാണ് പറയുന്നത്. അപ്പോൾ 325 ഡിഗ്രി ഞാൻ അങ്ങ് വച്ചു. 325 ഡിഗ്രി ഞാൻ അങ്ങ് വച്ചാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കണം. ഇത് ക്വാർട്ടർ നമ്പർ 4-ലാണ് ആ ഡിഗ്രി അളവ് വരുന്നത്. ക്വാർട്ടർ നമ്പർ 4 ആണ്. കാരണം ക്വാർട്ടർ നമ്പർ 4 വളരെ വ്യക്തമായിട്ട് പറയുന്നു 270 പ്ലസ് തീറ്റയും 360 മൈനസ് തീറ്റയും എന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു 292 ഡിഗ്രി. 292 ഡിഗ്രി ബിക്കംസ് ക്വാർട്ടർ നമ്പർ 4. ഞാൻ നിങ്ങളിലേക്ക് വെക്കുന്നു 315 ഡിഗ്രി. ഒരു സംശയം വേണ്ട, 315 ഡിഗ്രി ബിക്കംസ് ക്വാർട്ടർ നമ്പർ 4. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു 172 ഡിഗ്രി. 172 ഡിഗ്രി 172 ഡിഗ്രി 172 ഡിഗ്രി എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കണം ക്വാർട്ടർ നമ്പർ 2 എന്ന്. കാരണം 180 മൈനസ് തീറ്റ ബിക്കംസ് ക്വാർട്ടർ നമ്പർ 2. ക്വാർട്ടർ നമ്പർ 2 ക്വാർട്ടർ നമ്പർ 272 ഡിഗ്രി. ഞാൻ നിങ്ങളിലേക്ക് വെക്കുന്നു 202 ഡിഗ്രി 202 ഡിഗ്രി. നിഷ്പ്രയാസം നിങ്ങൾക്ക് പറയാൻ സാധിക്കണം ക്വാർട്ടർ നമ്പർ 3 എന്ന്. അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ഇത് ഒന്നും കൂടി നിങ്ങൾക്ക് ഉറപ്പിച്ചു തരാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അവസാനമായിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. There are 4 quadrants. 4 quadrants ആണ് നിങ്ങൾ ഇനി കാത്തിരിക്കുന്നത്. റോമൻ ലെറ്ററിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ക്വാർട്ടർ നമ്പർ 1, ക്വാർട്ടർ നമ്പർ 2, ക്വാർട്ടർ നമ്പർ 3, ക്വാർട്ടർ നമ്പർ 4. ക്വാർട്ടർ നമ്പർ 1, 2, 3, 4. ASTC റൂൾ. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പഠിക്കുന്ന +1 വിദ്യാർത്ഥികളുടെ മനസ്സിനകത്തേക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം ASTC റൂൾ. ASTC റൂൾ. ASTC റൂൾ. ASTC. വീണ്ടും പറയാണ് ASTC. ASTC. All trigonometric ratios are positive. Yes, sin and cosec are positive. T, tan and cot are positive. C, cos and sec are positive. All silver tea cup എന്ന് മനസ്സിനകത്ത് വേണമെങ്കിൽ പറയാം. All silver tea cup അല്ലെങ്കിൽ all science teachers cool എന്ന് പറയും. All science teachers cool. ഇനി നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാകേണ്ടത് ആ ഡിഗ്രി അളവാണ്. 0 less than theta less than pi/2. pi/2 മൈനസ് തീറ്റ വരുന്ന ആളുകളൊക്കെ ക്വാർട്ടർ നമ്പർ 1-ലായിരിക്കും. അടുത്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകണം pi/2 less than theta less than pi. pi/2 less than theta less than pi. നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടായിരിക്കണം pi/2 പ്ലസ് തീറ്റ pi മൈനസ് തീറ്റ. pi/2 പ്ലസ് തീറ്റ pi മൈനസ് തീറ്റ. ക്വാർട്ടർ നമ്പർ 3 അവകാശപ്പെടുന്നു pi less than theta less than 3pi/2. നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടായിരിക്കണം pi പ്ലസ് തീറ്റ 3pi/2 മൈനസ് തീറ്റ. 180 പ്ലസ് തീറ്റ 270 മൈനസ് തീറ്റ. ക്വാർട്ടർ നമ്പർ 4 cos ആൻഡ് sec are പോസിറ്റീവ്. നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടായിരിക്കണം 3pi/2 less than theta less than 2pi. 3pi/2 പ്ലസ് തീറ്റ 3pi/2 പ്ലസ് തീറ്റ. അതുപോലെ 2pi മൈനസ് തീറ്റ. ഇത്രയും കാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടായാൽ നമുക്ക് അടുത്ത ടോപ്പിക്കിൽ ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഈസിയായി ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊന്ന് എഴുതിയെടുക്കുക, എന്നിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം, എന്നിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ഇതൊന്ന് എഴുതിയെടുക്കാം കേട്ടോ. എഴുതിയെടുത്തായിരുന്നോ അഭിനവ് AM? സാർ അടിയിൽ എഴുതിയേക്കണ pi/2 മൈനസ് 0 അങ്ങനത്തെ എഴുതിയെടുക്കാനുണ്ട്. അതൊക്കെ എഴുതണം. pi പ്ലസ് തീറ്റ 3pi/2 മൈനസ് തീറ്റ 3pi/2 പ്ലസ് തീറ്റ 2pi എന്ന് പറഞ്ഞാൽ 360 ആണ് കേട്ടോ. ഇത് pi/2 മൈനസ് തീറ്റ pi/2 പ്ലസ് തീറ്റ അതൊക്കെ പഠിക്കാനുള്ളതാണ് കേട്ടോ. ഞാൻ കുറെ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് പോവാം. ആദ്യം ഇത് എഴുതി വെക്കാം, ASTC ഒക്കെ എഴുതി വെക്കാം. എന്നിട്ട് ഒന്ന് വായിച്ചു പഠിച്ചോളൂ കേട്ടോ. ഒന്ന് വായിച്ചു പഠിക്കാം. എന്നിട്ട് നമുക്ക് ഒരൊറ്റ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിനെ കുറിച്ച് നമ്മൾ നേരത്തെ ആ ടേബിളിന്റെ പ്രോബ്ലം ചെയ്തപ്പോ ഇതിങ്ങനെയായിരുന്നു അല്ലേ എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അപ്പോഴാണ് നമുക്ക് ഈ ടേബിളിന്റെ ആവശ്യകതയും ഈ ടേബിൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ
കൃത്യതയിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ടാണ് ഒരു പ്രോബ്ലത്തിനായി കാത്തിരിക്കൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്ന് എഴുതിയിട്ട് നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് പഠിച്ചു വെക്കാം. 4 ക്വാഡ്രന്റ് അവർ പറയുന്നു, ASTC റൂള്, ആ ഡിഗ്രി അളവുകളൊക്കെ ഓരോ ക്വാഡ്രന്റിലും വരുന്ന ഡിഗ്രി മെഷർമെന്റ്സുകളൊക്കെ ഒന്ന് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാം മനസ്സിലെ. 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 5/2 ആണ്, 5/2 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ പൈ ആണ്, 5 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 3π/2 ആണ്, 3π/2 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 2π ആണ് എന്നൊക്കെ കൃത്യമായ ഒരു ധാരണ നിങ്ങൾ ഉണ്ടാക്കി എടുക്കുക. ഇത് എഴുതി കഴിഞ്ഞാൽ ഒരൊറ്റ പ്രോബ്ലം ആണ്. പ്രോബ്ലത്തിലൂടെ കാര്യങ്ങൾ ഓക്കെ ആവും. സാറേ, ഫസ്റ്റ് ക്വാഡ്രന്റിലെ 0 പ്ലസ് തീറ്റ എന്ന് പറയൂ. 0 പ്ലസ് തീറ്റ എന്ന് പറയൂ. 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 5/2 0ന് മേലെയുള്ളതാണ് അർത്ഥം. 0ന് അധികം 0 ആയിട്ടുള്ള റീഡിംഗ് എഴുതാം. 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 5/2 എന്ന് പറഞ്ഞാൽ 0ക്ക് മേലെയുള്ള റീഡിങ്സും 5/2 താഴെയുള്ള റീഡിങ്സും എന്നാണ് മീൻ ചെയ്യേണ്ടത്. അപ്പൊ 0 പ്ലസ് തീറ്റ ആണ് എഴുതൂലേ? അങ്ങനെ അണ്ടർസ്റ്റുഡ് ആയാലാണ് നമ്മൾ പറയാണ്ടിരുന്നത് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഓൺ ആക്കാൻ പറ്റില്ലേ? പല കുട്ടികൾക്കും ഇവിടെ വീഡിയോ ഓൺ ആക്കാൻ പറ്റില്ല. വീഡിയോ ഓൺ ആക്കിയേ, വീഡിയോ ഓൺ ആക്കൂ, വീഡിയോ ഓൺ ആക്കൂ, എല്ലാവരും വീഡിയോ ഓൺ ആക്കിയേ, എല്ലാ കുട്ടികളും വീഡിയോ ഓൺ ആക്കിയേ. നിഖിൽ രാജ്, കുറെ പേർക്ക് വീഡിയോ ഓൺ ആക്കാൻ പറ്റൂട്ടെ. നിങ്ങൾ നമ്മളെപ്പോഴും വീഡിയോ ഓൺ ആക്കൂ എന്ന് പറഞ്ഞ് ക്ലാസ്സിന്റെ സമയം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. വീഡിയോ മസ്റ്റ് ആയിട്ട് ഓൺ ആക്കിയിട്ടിരിക്കുക. ഒരാളും മടി കാണിക്കണ്ട. വീഡിയോ നിർബന്ധമായിട്ട് ഓൺ ആക്കിയിടാം. വീഡിയോ നിർബന്ധമായിട്ട് ഓൺ ആക്കിയിടാം കേട്ടോ. കഴിഞ്ഞില്ലേ? എഴുതി കഴിഞ്ഞില്ലേ? ഒറ്റ പ്രോബ്ലം പ്രോബ്ലം പെട്ടെന്ന് പ്രോബ്ലത്തിലൂടെയാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുക. എഴുതിക്കോ. ഇഫ് cos x ഈക്വൽ ടു ബാക്കിയാണേ if cos x equal to negative 3/5, cos x equal to negative 3/5, x lies in the third quadrant. 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 Find the values of other. 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 Find the values of other 5 trigonometric functions. Find the values of other 5 trigonometric functions. Find the values of other 5 trigonometric functions. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് തേർഡ് ക്വാഡ്രന്റ് ആണ്. ഒരാളും എഴുതണ്ട കേട്ടോ, ബോർഡിലേക്ക് ശ്രദ്ധിക്കുക. cos x equal to negative 3/5 എന്ന് പറഞ്ഞു. ഇത് കോഡ് നമ്പർ 3 ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. കോഡ് നമ്പർ 3 തേർഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞത് ഇതാണ്. തേർഡിന്റെ അവിടെ T ആണ് വന്നിരിക്കുന്നത് അല്ലെ? കോഡ് നമ്പർ 3. tan and cot are positive. ഇനി ഒരു ട്രയാങ്കിൾ അങ്ങ് വരച്ചേക്കാം. ശ്രദ്ധിക്കുക, ഇത് 90, ഇത് തീറ്റ. cos x ആണ്, തീറ്റ അല്ല. ഇവിടെ x ആണ് തന്നിരിക്കുന്നത്. x ആണ് തന്നിരിക്കുന്നത്. ഇത് x, ഇത് തീറ്റ. x ഇത് 90 ഡിഗ്രി. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എപ്പോഴും ഹൈപ്പോട്ടന്യൂസ്. ആംഗിളിന് ഓപ്പോസിറ്റ് ഇവിടെ ഓപ്പോസിറ്റ് സൈഡ്. എക്സിന് ഓപ്പോസിറ്റ് സൈഡ്. ഇത് അഡ്ജസന്റ് സൈഡ്. നമുക്ക് തന്നിരിക്കുന്നത് cos x ആണ്. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതും അറിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ ഈ സൊക്കാട്ടോ എന്നുള്ള റൂള് പഠിച്ചാൽ മതി. സൊക്കാട്ടോ T represented tan, C cos and sin S. Adjacent side by hypotenuse. Adjacent side by hypotenuse 3/5. ഇനി ഓപ്പോസിറ്റ് കാണാനായിട്ട് പൈതഗോറസ് എടുക്കാം. പൈതഗോറസിൽ ഹൈപ്പോട്ടന്യൂസ് മാത്രമേ പ്ലസ് ആവുന്നുള്ളൂ. അപ്പോ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ്
ഓപ്പോസിറ്റ് കിട്ടാനായിട്ട് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ 25 മൈനസ് 9 റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓപ്പോസിറ്റ് സൈഡ് 4 എന്ന് നിങ്ങൾക്ക് ലഭ്യമായി. ഹൈപ്പോട്ടന്യൂസ് അതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കേണ്ടതാണ് അല്ലെ. ഹൈപ്പോട്ടന്യൂസ് മാത്രമേ പ്ലസ് പറയുന്നുള്ളൂ. ബേസിസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു പൈതഗോറസ് തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സൊക്കാട്ടോ റൂളാണ് നമ്മുടെ മനസ്സിനകത്തേക്ക് വരേണ്ടത്. ഇവിടെ കോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ ഈസ് കോസ് എക്സ് ഈക്വൽ ടു മൈനസ് 3/5. ഒരു റഫ് സ്കെച്ച് അങ്ങ് വരച്ചു. ഇവിടെ എക്സ് കോസ് എക്സ് ആണ് എക്സ്. ഇതിന് ഓപ്പോസിറ്റ് എല്ലായ്പ്പോഴും ഓപ്പോസിറ്റ് സൈഡ് ആണ്. ഈ 90 ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ്. റിമൈനിങ് അഡ്ജസന്റ് സൈഡ്. അപ്പൊ നമുക്ക് കോസ് എന്ന് പറയുമ്പോൾ എന്താണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം. കോസ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. എങ്ങനെ കിട്ടി? ഇറ്റ് ഈസ് എ റിസൾട്ട്, ട്രിഗണോമെട്രിക് റേഷ്യോ റിസൾട്ട്. സോ കാട്ടോ സോ എസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കാ സി കാ കാ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടോ എന്നാണ് പറയുന്നത്. ടോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ 4 എന്ന് കിട്ടി. ഇവിടെ കോഡർ നമ്പർ 3 അവകാശപ്പെടുന്നു. ഇവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞതിന്റെ പ്രസക്തി വരുന്നത്. കോഡർ നമ്പർ 3 ടാനും കോട്ടും മാത്രമേ പോസിറ്റീവ് ആവുകയുള്ളൂ. ബാക്കി ആളുകളൊക്കെ നെഗറ്റീവ് ആണ്. അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആർ നെഗറ്റീവ്. നമുക്ക് സൈനിലേക്ക് കിടക്കാം. സൈൻ എക്സ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. 4/5 കോഡർ നമ്പർ 3 ആണ്. നെഗറ്റീവ് എന്നായിരിക്കും വരാം. നെഗറ്റീവ് 4/5. ഇവിടെ നെഗറ്റീവ് സിംബൽ കാണിക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് എ തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റ് കാര്യം പറയുന്നു ഞങ്ങൾ ടാനിനെയും കോട്ടിനെയും മാത്രമേ പോസിറ്റീവ് ആക്കുകയുള്ളൂ. ബാക്കി ആളുകളെയൊക്കെ ഞങ്ങൾ നെഗറ്റീവ് ആക്കുമെന്ന് അവർ അവകാശപ്പെടുന്നു. അപ്പൊ കോഡർ നമ്പർ 3 എന്ന് പറയുമ്പോൾ സൈൻ എക്സ് ഈക്വൽ ടു നെഗറ്റീവ് ചേർക്കണം. cosec x equal to taking reciprocal minus 5/4. ഇയാളുടെ റെസിപ്രോക്കൽ എടുക്കാം. cos x ഓൾറെഡി തന്നിരിക്കുന്നു. അപ്പൊ ചുമ്മാ എഴുതി വെച്ചേക്കാം. മൈനസ് 3/5. sec x അയാളുടെ റെസിപ്രോക്കൽ മൈനസ് 5/3. then tan x ഉള്ളി പോസിറ്റീവ് ആയിരിക്കും ഇതില്. According to this problem, tan x and cot x are positive because it is a third quadrant. That is the reason. അവിടെ tan x എന്ന് പറയുമ്പോൾ ടോ എന്നാണ് പറഞ്ഞത്. ടോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 4 ആണ്. 4/3 becomes cot x. Taking reciprocal tan x into 3/4. This is the answer. It is very easy. Our table, our sign of trigonometric functions in the table നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏത് പ്രോബ്ലവും നിഷ്പ്രയാസം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഈ പ്രോബ്ലം പറഞ്ഞു തരികയാണ്. നമ്മൾ ആദ്യം തന്നെ തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്വാഡ്രന്റ് 3 എന്നുള്ള സിംബൽ അവിടെ കാണിച്ചു. ക്വാഡ്രന്റ് നമ്പർ 3 ഇവിടെയാണ് വരിക. അത് വട്ടം വരച്ചു അല്ലെ. ടാറ്റയുടെ വട്ടം വരച്ചു അല്ലെ. ടാറ്റ വണ്ടികൾ കണ്ടിട്ടില്ലേ ടിയാഗൊക്കെ. അപ്പൊ ടി അങ്ങ് വരച്ചു അല്ലെ. ടി അങ്ങ് വരച്ചു വെച്ചു. അപ്പൊ ടി ചുമ്മാ വരച്ചു വെച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാവണം. ടാനും കോട്ടും മാത്രമേ പോസിറ്റീവ് ആവുകയുള്ളൂ എന്ന് അറിഞ്ഞിരിക്കണം. തന്നിരിക്കുന്ന കഥ എന്താണ്? കോസെക്സിന്റെ റീഡിംഗ് തന്നിട്ടുള്ളൂ. കോസെക്സ് സൊക്കാട്ടോ എസ് സോക്കാട്ടോ കായാണ് തന്നിരിക്കുന്നത്. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ട്രയാങ്കിൾ വരച്ചു. ഇത് ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് അഡ്ജസന്റ്. എന്ന് പറയുമ്പോൾ 3/5. ഇവിടെ നെഗറ്റീവ് ഒന്നും കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ പോസിറ്റീവ് റീഡിംഗ്. ആ ട്രയാങ്കിളിനകത്ത് പോസിറ്റീവ് റീഡിംഗ് കൊടുക്കുകയും ഓപ്പോസിറ്റ് സൈഡ് കാണാനായിട്ട് നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിച്ചു. ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ റൂട്ട് 16 becomes 4 എന്ന ഓപ്പോസിറ്റ് സൈഡ് ഭംഗിയായിട്ട് കിട്ടി. ഇനി നമ്മളുടെ മനസ്സിനകത്ത് ചോദ്യത്തെ ഏത് ക്വാഡ്രന്റ് ആണെന്ന് നോക്കി. ചോദ്യം എന്ന് പറയുന്ന തേർഡ് ക്വാഡ്രന്റ് ആണ്. മറ്റു ട്രിഗണോമെട്രിക് റേഷ്യോസ് ടാനും കൂട്ടുമൊഴിച്ച് മറ്റു ട്രിഗണോമെട്രിക് റേഷ്യോസ് എല്ലാവരും നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് സൈൻ എക്സിലേക്ക് പോയി. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് നെഗറ്റീവ് 4/5 വന്നു. cosec എക്സിലേക്ക് കടന്നുപോയി. മൈനസ് 5/4ലേക്ക് വന്നു. cos x നെഗറ്റീവ് 3/5 തന്നിരിക്കുന്നു. sec x മൈനസ് 5/3 തന്നിരിക്കുന്നു. അതുപോലെ tan x തന്നിരിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് 4/3 ആണ്. cot x എന്ന് പറയുന്നത് 3/4 ആണ്.
ആണ്. കോർട്ടെക്സ് എന്ന് പറയുന്നത് താലക്സിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കോർട്ടെക്സ് ആണ് തന്നിരിക്കുന്നത്. ഇത് ക്ലിയർ ആണോ അല്ലയോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. വളരെ വ്യക്തമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഓൾ സ്റ്റുഡൻസ് വീഡിയോ ഓൺ ആക്കുക. ആരോൺ ആന്റണി, ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. അഭിരാം ക്ലിയർ ആണോ? അഭിനന്ദന ക്ലിയർ ആണ്. അഭിനവ് AM, യെസ് സാർ ക്ലിയർ ആണ്. അഭിനവ് TV, ആദിദേവ് TJ, യെസ് സാർ ക്ലിയർ. അദിഷ V ജോഷി, ആദിത്യൻ AS, യെസ് സർ ക്ലിയർ. അഫ്രീൻ ഹിഷാം, അഫ്രീൻ PA, Yes, sir. അഗ്നിവേഷ് അപ്പു, ഐഷ, Yes, sir. Clear ആണ്. ഓക്കെ ഗുഡ്. അഗ്നിവേഷ് യെസ് സാർ ക്ലിയർ ആണ്. വീഡിയോ ഉണ്ടാക്കട്ടെ ഓൾ സ്റ്റുഡൻസ്. അൽഫിദ Yes, sir. അനഗ PS, അനീന M ജലീൽ, Yes, sir. Clear ആണ്. അനീന V, ഏഞ്ചൽ സ്റ്റീഫൻ, അനുഗ്രഹ സഞ്ജയ്, Yes, sir. അനുലക്ഷ്മി മണികണ്ഠൻ, Yes, sir. Clear ആണ്. അനുരാഗ്, യെസ് സർ ക്ലിയർ ആണ്. EA, Yes, sir. Clear ആണ്. അർജുൻ, അരുണിമ KK, അരുണിമ KS, Yes, sir. ഓക്കെ ഗുഡ്. ആഷ്ലൻ എപി റോയ്, അശ്വന്ത്, യെസ് സർ. അശ്വിൻ ബിജു, ആതിര അവന്തിക സുമോദ്, Yes, sir. ഐഷ AS, അഭയ് കൃഷ്ണ, ഭദ്ര PB, യെസ് സർ. Yes, sir. ഭരത് കൃഷ്ണൻ MB, യെസ് സാർ. ക്ലിയർ ആണോ? സംഗതി എന്താന്ന് മനസ്സിലായി കുറച്ചുകൂടി. ചിന്മയി VS, Yes, sir. ദേവിക ബിനോജ്, Yes, sir. ഇതൽ പ്രദീപ്, Yes, sir. ഫാരിസ് നിഷാദ്, ഫിസ PF, ജിയ Yes, sir. വിൽസൺ, Yes, sir. ഹജാര, ഹസ്ന അൻവർ, ജയശങ്കർ മേനോൻ, ജീവൻ കെ ഫിബി. സാർ. ക്ലിയർ അല്ലേ ജീവൻ? സാർ ക്ലിയർ ആണ്. ജിസ്മി, ക്ലിയർ ആണ് സർ. ജിയന്ന PJ, Yes, sir. Yes, sir. Clear ആണ്. നിത്തന അനിൽ, Yes, sir. കൃഷ്ണ പ്രദീപ്, കൃഷ്ണ സുനിൽ, ലക്ഷ്മി, Yes, sir. MS അഭിഷേക്, മരിയ ജെയിംസ്, Yes, sir. മുഹമ്മദ് ഫഹ്മാൻ, യെസ് സർ. നമീർ, നവീൻ, യെസ് സർ. നീതു PS, നിഫ്സിയ KS, നിഖിൽ രാജ്, നിഷ, Yes, sir. നിയ M, പാർത്ഥൻ, യെസ് സാർ. പവിത്ര KP, Yes, sir. പൗർണമി പ്രദീപ്, റഹ്മത്ത് അഷ്റഫ്, രാജകൃഷ്ണ TR, യെസ് സാർ ക്ലിയർ ആണ്. റിമിത ഉത്തമൻ, റിസ്ന റിയാസ്, Yes, sir. സഹല സിറാജ്, സജില ഫാത്തിമ, സന ES, Yes, sir. Yes, sir. ശിവാനി, സോണ, സുഹന്ന, വസുദേവ്, വിവേക്, വൃന്ദ, വിഷ്ണു. Yes, sir. അടുത്ത പ്രോബ്ലം. ഓക്കെ, അപ്പോ എല്ലാവരും ഇത് ഓക്കെ ആണെന്നാണ് പറയുമ്പോ അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാം. പിടിച്ചോ, അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാം. എഴുതിക്കോളൂ. അടുത്ത ചോദ്യം. If sin x equal to 3/5, sin x equal to 3/5, x lies in second quadrant, 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 x lies in second quadrant. Find the values of other 5
Find the values of other 5 trigonometric functions. Find the values of other 5 trigonometric functions. Find the values of other 5 trigonometric functions. Sin x equal to 3/5. X lies in the second quadrant. Find the values of other 5 trigonometric functions. Okay, നമ്മൾ ചെയ്യാണ്. നിങ്ങൾക്ക് ചെയ്യാനായിട്ടൊരു സമയം തന്നതാണ്. സാറേ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ cos x is equal to -3/5 എന്ന് പറഞ്ഞില്ലേ, അതിലേ cos x ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് ടാനും കോട്ടും പോസിറ്റീവ് എന്നാ പറഞ്ഞേക്കണേ ഫസ്റ്റില്. അതല്ല, if cos x is equal to -3/5 എന്നുള്ള ക്വസ്റ്റ്യൻ തന്നില്ലേ, അപ്പൊ നമ്മ അതർ 5 ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എഴുതുമ്പോ ആ മൈനസ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ ഇട്ട് കൊടുക്കല്ലേ ചെയ്യണേ? അല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഒന്ന് വായിച്ചേ. If cos x is equal to -3/5, x lies in the third quadrant. 3/5 അതില് വളരെ വ്യക്തമായിട്ട് മോളെ തേർഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ തേർഡിൽ ആരാണ്? ടാനും കോട്ടും മാത്രമല്ലേ പോസിറ്റീവ് ഉള്ളൂ. ആ ടാനും കോട്ടും പോസിറ്റീവ്, ബാക്കിയുള്ളതിന് നമ്മളല്ലേ നെഗറ്റീവ് ഇട്ട് കൊടുക്കണത്. നമ്മളാണ് ഇട്ട് കൊടുക്കണ്ടേ. അപ്പൊ ആ -3 എന്നുള്ളതിന് വലിയ പ്രാധാന്യം ഇല്ലല്ലോ. ആ മൈനസ് സൈനിന് ഉണ്ടല്ലോ. അത് cos x equal to -3/5 എന്ന് പറയുന്നത് ചോദ്യത്തിൽ പ്രാധാന്യം ഉണ്ടല്ലോ. cos x equal to -3/5 എന്നുള്ളത് തേർഡ് ക്വാഡ്രന്റ് ആണെന്ന് അവർ പറയുമ്പോ ആ ചോദ്യം ചോദിക്കുന്ന ആൾക്കാർക്ക് cos x ൽ നെഗറ്റീവ് കാണിക്കണ്ടേ തേർഡിൽ വരുമ്പോ. നോക്കാം, ഇവിടെ sin x equal to 3/5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. sin x equal to 3/5. ആ ചോദ്യം ചോദിക്കുന്ന ആൾക്ക് ചോദ്യം തെറ്റിക്കാൻ പാടില്ല. തേർഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞിട്ട് cos x പോസിറ്റീവ് ഇടാൻ പാടുണ്ടോ? നിയമപരമായിട്ട് അത് തെറ്റല്ലേ? അപ്പൊ അവിടെ നോക്കൂ, ഇവിടെ sin x equal to 3/5 അത് ഏത് ക്വാഡ്രന്റാ തന്നേക്കുന്നതെന്നാണ് നോക്കേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റാ. sin x equal to 3/5 സെക്കൻഡ് ക്വാഡ്രന്റ്. സൈനും കൊസീക്കും മാത്രമേ, സൈനും പുള്ളിയുടെ റെസിപ്രോക്കലായ കൊസീക്കും മാത്രമേ പോസിറ്റീവ് ആവുള്ളൂ, ബാക്കി ആൾക്കാരൊക്കെ നെഗറ്റീവ് ആണ്. സൊക്കാട്ടോ വേണമെങ്കിൽ എഴുതി വെക്കാം. സൊക്കാട്ടോ വേണമെങ്കിൽ എഴുതി വെക്കാം. ട്രയാങ്കിൾ എന്ന് വരച്ചു. ഇത് എക്സ്, ഇത് ഹൈപ്പോട്ടന്യൂസ്, ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസന്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസന്റ് സൈഡ്, ഹൈപ്പോട്ടന്യൂസ്. sin x 3/5 ഓപ്പോസിറ്റ് സൈഡ്, ഹൈപ്പോട്ടന്യൂസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ അല്ലേ, √5² - 3², പൈതഗോറസ്. ഞാൻ പറഞ്ഞു ഹൈപ്പോട്ടന്യൂസ് മാത്രമേ പ്ലസ് ഉപയോഗിക്കുള്ളൂ. 25 - 9 √16. √16 എന്ന് പറയുന്ന അഡ്ജസന്റ് 4 ആണ്. അഡ്ജസന്റ് ഇവിടെ വരുന്നത് sin x equal to വളരെ വ്യക്തമാണ് 3/5 പോസിറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റ് മുപ്പരുടെ ഓപ്പോസിറ്റ് കൊസീക് x. കൊസീക് x becomes 5/3. cos നെഗറ്റീവ് ആയിരിക്കും വരാ. cos നെഗറ്റീവ് because സെക്കൻഡ് ക്വാഡ്രന്റ്. cos x equal to adjacent side by cos x, adjacent side by hypotenuse. adjacent side എന്ന് പറയുന്നത് 4 ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 5 ആണ്. നെഗറ്റീവ് അങ്ങ് ചേർത്തേക്കാം. ഐഷ ചോദിച്ച പോലെ നെഗറ്റീവ് അങ്ങ് ചേർത്തേക്കാം because it is a second quadrant. Then sec x becomes taking reciprocal -5/4. Then tan x equal to opposite toyana opposite side by opposite side എന്ന് പറയുന്നത് 3 ആണ്. 3/4 -3/4 tan x. cot x എന്ന് പറഞ്ഞാൽ 30യുടെ റെസിപ്രോക്കൽ -4/3 എന്നാണ് കിട്ടുക. അപ്പോ ഈ ചോദ്യത്തിലേക്ക് നമ്മൾ ഒന്ന് പ്രവേശിക്കുകയാണ്. According to this question it is a second quadrant. Second quadrant becomes
Sine and cosec are positive. It is given that sin x equal to 3 by 5. By using Staccato rule, S represented as sine, C represented as cos, T represented as tan. Staccato. Draw the right triangle. Angle x opposite side, 90 degree opposite is always hypotenuse. Remaining side are adjacent side. It is given that sin x equal to 3 by 5 becomes opposite side by hypotenuse. Opposite side by hypotenuse. So becomes opposite side by hypotenuse 3 by 5. By using Pythagoras theorem, adjacent side equal to. By using Pythagoras theorem, adjacent equal to root of hypotenuse square minus root of 5 square minus 3 square. Root 25 minus 10, root 16, 4. Your answer is 4. Is given that sin x equal to 3 by 5, cosec x becomes, taking reciprocals, 5 by 3. Cos x equal to adjacent side by hypotenuse. Ka, adjacent side by hypotenuse. Adjacent side here is 4 by 5. Your question is second quadrant. So your answer is cos x equal to negative 4 by 5. Sec x becomes, taking reciprocals, a negative 5 by 4. Then tan x becomes a tan x. Tau means opposite side by adjacent side. Negative 3 by 4 opposite side becomes 3, adjacent side becomes 4. Question is second quadrant, that's why tan x becomes a negative 3 by 4. Then cot x becomes cot x equal to, taking reciprocals, negative 4 by 3. Is it clear, Abhinav AM? Yes, sir. Clear ആണ്. Aisha? Yes, sir. Aisha, okay. Aisha AS? Yes, sir. Brinda? Yes, sir. Abra? Chinmay? Yes, sir. Then Jismi? Yes, sir. Clear ആണ്. Avantika Sumot? Maria James? Krishna Pradeep? Ashwant Venu? Yes, sir. നിങ്ങളൊരു നീ എത്രയാമോ നിൽക്കണം കേട്ടോ. അശ്വന്ത് ലെഫ്റ്റ് ആവരുത്. Yes, sir. ഹോംവർക്ക് എഴുതിയിട്ടുള്ളൂ. ഹോംവർക്ക് tan x equal to minus 5 by 12. Tan x equal to minus 5 by 12. If tan x equal to minus 5 by 12, x lies in second quadrant. X lies in second quadrant. X lies in second quadrant. Find the values of other. Find the values of other. Find the values of other 5 trigonometric. Find the values of other 5 trigonometric functions. 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 ഇതാണ് ഹോംവർക്ക് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നെടുത്തതൊക്കെ ഒന്ന് വീട്ടിലിരുന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. മാക്സിമം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കണക്കുകളൊക്കെ നിഷ്പ്രയാസം ചെയ്യാനായിട്ട് സാധ്യമാകും. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഫ്രണ്ട്സിനോട് പറഞ്ഞ് അവരെയും ക്ലാസ്സിലേക്ക് വിളിക്കുക. അപ്പൊ കൂടുതൽ അറിവ് അവർക്ക് ലഭ്യമാകും. അപ്പൊ അതൊന്ന് നിങ്ങൾ ചെയ്താൽ സന്തോഷമായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക. ഈ ഹോംവർക്ക് ഒന്ന് തീർച്ചയായിട്ടും ചെയ്യുക. ക്ലാസ് മാക്സിമം പഠിക്കുക. പോസിറ്റീവായിട്ട് ഉള്ള ചിന്തയിലായിരിക്കണം എപ്പോഴും. എല്ലാവരും പോസിറ്റീവായിട്ട് ഇതിനെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അടുത്ത ക്ലാസ്സിൽ, മാത്തമാറ്റിക്സിന്റെ ക്ലാസ്സിൽ കാണുവാം. അപ്പോൾ അതുവരെ തൽക്കാലം നമുക്ക് പിരിയാം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. ഓക്കെ, താങ്ക് യു. ഇന്ന് പുതുതായി വന്ന കുട്ടികൾക്ക് 6 മണി മുതൽ 7:30 വരെ കെമിസ്ട്രിയുടെ ക്ലാസ് ഉണ്ട് അല്ലെ? ഇന്ന് 6 മണി മുതൽ 7:30 വരെ. ഇന്ന് ട്യൂസ്ഡേ ആണ്. 6 മണി മുതൽ 7:30 വരെ കെമിസ്ട്രിയുടെ ക്ലാസ്സുകൾ ഉണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇന്നലെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ എക്സാം എടുത്തു. PDF ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് പോസ്റ്റ് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് എല്ലാവരും പോസ്റ്റ് ചെയ്യാം. അത് വച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അത് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. സംശയമുള്ള കുട്ടി ചെയ്താൽ ഗൂഗിൾ ക്ലാസ് റൂമിലേക്കുള്ള
എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ +1 വിദ്യാർത്ഥികളുടെ എല്ലാ കാര്യങ്ങളും പരീക്ഷ നടക്കുന്നത് ലോങ് ടൈമിന്റെ കാര്യമല്ല, ട്യൂഷൻ ബാച്ചില് പരീക്ഷ നടക്കുന്നത്, ആ തിയറി പേപ്പറിന്റെ പരീക്ഷ നടക്കുന്നത് വളരെ വ്യക്തമായി നിങ്ങൾ പരീക്ഷ എഴുതി PDF ആക്കിയിട്ട് അതിലേക്ക് അയച്ചാൽ അതാത് അധ്യാപകര് അത് നോക്കി മാർക്കടക്കം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അവർ സേവ് ചെയ്തിടുമ്പോൾ നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ അതിന്റെ മാർക്കും ലഭ്യമാണ്. അപ്പോൾ ആ രീതിയിലേക്ക് നിങ്ങൾ വരണം. നിങ്ങൾക്കത് അതിനെക്കുറിച്ചുള്ള ബോധമുണ്ട്. സംശയമുള്ള ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ആരും പേപ്പർ വച്ചുകൊണ്ട് ഇരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, താങ്ക് യു.